कार्पण्यदोषो भगतस्वभावगच्छामित्तं धर्मसमूढचेतः यश्रेयस्यानिश्चितं ब्रूहितन्मे शिष्यस्तेऽहं शादिमां तां प्रपन्नम् ഓം നമോ ഭഗവതേ വാസുദേവായ നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തെ സാഷ്ടാംഗ പ്രണാമം. വിശ്വരൂപ ദർശന യോഗത്തിൽ 46 വരെയുള്ള ശ്ലോകങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. അർജുനൻ ഭഗവാനോട് ആ വിശ്വരൂപം മാറ്റിയിട്ട് സാധാരണ ചതുർബാഹു രൂപത്തിലേക്ക് തിരിച്ചു വരാൻ ആവശ്യപ്പെട്ടു. കാണണമെന്ന് പറഞ്ഞു, കാണിച്ചു കൊടുത്തു. വിശ്വരൂപം ഭഗവാൻ ആരാണെന്ന് ചോദിച്ചു, അത് വെളിപ്പെടുത്തി. അത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ ആ യഥാർത്ഥ മഹിമ മനസ്സിലാക്കിയ അർജുനൻ 10-11 ശ്ലോകങ്ങളെ കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അർജുന വിശ്വരൂപത്തെ കാണിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ചതുർബാഹുക്കളോട് കൂടിയ ആ വൈഷ്ണവ രൂപം ഭഗവാൻ കാണിച്ചു കൊടുക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണന്റെ ഭാവത്തിൽ നിന്നും ചതുർബാഹു രൂപത്തിൽ പ്രസന്നചിത്തനായിട്ട് ഗുരുവായൂരപ്പന്റെ ഭാവത്തിലേക്ക് പോയി. അതിനുശേഷമാണ് വിരാട് രൂപം സ്വീകരിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് അർജുനൻ ഈ വിരാട് രൂപം അഥവാ വിശ്വരൂപം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് സാധ്യമല്ല, അതുകൊണ്ട് അത് മനസ്സ് ചഞ്ചലാവസ്ഥയുണ്ടാക്കുന്നു, അസ്വസ്ഥമാക്കുന്നു. ഭഗവാന്റെ ദിവ്യദൃഷ്ടിയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ആ ദിവ്യദൃഷ്ടി കൊണ്ട് ഭഗവാനെ എല്ലാ സമയത്തും ഒരേപോലെ 24 മണിക്കൂറും കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് ആർക്കും സാധ്യമല്ല. നമ്മൾ പ്രത്യേകിച്ചും മനുഷ്യർക്ക് ഒരു കാര്യത്തിലും സ്ഥിരമായിട്ട് ഒരേ ഭാവത്തിൽ നിലനിൽക്കാൻ സാധ്യമല്ല. പ്രകൃതിയുടെ സ്വഭാവമാണ് മാറ്റങ്ങൾക്ക് വിധേയമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ഒരു അവസ്ഥ കണ്ടുകൊണ്ടിരിക്കാൻ തുടരാൻ എനിക്ക് മനസ്സ് അസ്വസ്ഥമാകുന്നു. അതുകൊണ്ട് അങ്ങ് സാധാരണ രൂപത്തിലേക്ക് തിരിച്ചു വരണം എന്ന് പറഞ്ഞു. അതാണ് കിരീടനം ഗതിനം ചക്രഹസ്തം ഇച്ഛാമിത്വാം ദൃഷ്ടമഹം തദൈവ തേനൈവ രൂപേണ ചതുർഭുജേന സഹസ്രബാഹു ഭവ വിശ്വമൂർത്തേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് പ്രധാനമായിട്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു ദിവസത്തിൽ നിത്യനൈമിത്യ കർമ്മത്തിൽ ഈശ്വരനെ ഭജിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഭക്തിഭാവം നിങ്ങൾ ജപതപാദികളോ അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുമ്പം ആ അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഇരിക്കുന്ന അവസ്ഥയിൽ നിന്നും സാധാരണ ഭാവത്തിലേക്ക് തിരിച്ചു വരണം എന്ന് മനസ്സിലാക്കണം. ഭജിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭജന ഇരിക്കുക, ഒരു ദിവസം ഭജന ഇരിക്കുക, 2 ദിവസം ഭജന ഇരിക്കുക, ഇല്ലെങ്കിൽ 12 ദിവസം ഭജന ഇരിക്കുക, 3 ദിവസം ഭജന ഇരിക്കുക, എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാം. ആ ഭജനം ഇരിക്കുമ്പോഴൊക്കെ ഇല്ലെങ്കിൽ 1 വർഷം ഭജന ഇരിക്കുക എന്ന് പറഞ്ഞു. ദിവസവും മാറ്റങ്ങൾക്ക് വിധേയ നമ്മുടെ ഭാവത്തിന് മാറ്റം വരുന്നുണ്ട്. ഓരോ ദിവസം ഒരു ദിവസം തന്നെ എത്ര ഭാവങ്ങളാണ്. നമ്മൾ രാവിലെയുള്ള ഭാവമല്ല, ഉച്ചയ്ക്കുള്ള ഭാവമല്ല, വൈകുന്നേരം, ഇങ്ങനെ ഭാവങ്ങൾ ഇങ്ങനെ പ്രകൃതിയുടെ മാറ്റങ്ങൾക്ക് വിധേയമാണ്. ശരീരത്തിനും മാറ്റങ്ങൾക്ക് വിധേയം. നമ്മളുണ്ടായ പോലെ അല്ല ഇരിക്കുന്നത്. അപ്പൊ എവറിത്തിങ് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് ഈ മാറ്റങ്ങൾക്ക് അനുസരിച്ചു കൊണ്ട് വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ. അപ്പൊ ഒരേ സ്ഥിതി എപ്പോഴും തുടരാൻ സാധ്യമല്ല. പ്രകൃതിയുടെ വ്യവസ്ഥിതി അതാ. മനസ്സിന്റെ സ്ഥിതി സ്ഥിരമായിട്ട് നിൽക്കാം, പ്രകൃതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. അതിനെയൊക്കെ നമ്മൾ ഓവർകം ചെയ്തു കൊള്ളണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്ഥിതിയിൽ നിന്ന് മറ്റൊരു സ്ഥിതിയിലേക്ക് തിരിച്ചു വരേണ്ടതായിട്ടുണ്ട്, സാധാരണഗതിയിലേക്ക്. അപ്പൊ നമ്മൾ എല്ലാ കാര്യത്തിലും ഓട്ടോമാറ്റിക്കാണ്. ഒരു സമയത്ത് നമുക്ക് എന്തെങ്കിലും കാരണത്താൽ ദേഷ്യം വന്നാൽ ആ ദേഷ്യം എപ്പോഴും നിൽക്കുമോ? ഇല്ല, തിരിച്ചു വരും. സങ്കടം വന്നാൽ എപ്പോഴും സങ്കടം നിൽക്കുമോ? ഇല്ല. കരച്ചിൽ വന്നാലും അത് എപ്പോഴും നിൽക്കുമോ? ഇല്ല. സന്തോഷം വന്നാൽ എപ്പോഴും നിൽക്കുമോ? അതില്ല. അപ്പം ഒരു റിട്ടേൺ ആവശ്യമാണെന്നർത്ഥം. ഒരു തിരിച്ചു വരവ് എല്ലാത്തിനും ആവശ്യമാണ്. അതുകൊണ്ട് അർജുനൻ ആവശ്യപ്പെടുന്നു, കാണണമെന്ന് പറഞ്ഞു, കാണിച്ചു കൊടുത്തു. ഇനി അങ്ങ് സാധാരണ രൂപത്തിലേക്ക് തന്നെ തിരിച്ചു വരണം എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം, നമ്മുടെ ഭക്തിയുടെ അത്യുന്നതിലെത്തി ഈശ്വര ദർശനം വരെ എത്തിയാലും വേണ്ടില്ല, അതിൽ നിന്ന് സാധാരണ ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. അതെപ്പോഴും പ്രസന്നചിത്തനായിക്കൊണ്ടിരിക്കണം. ഈശ്വരനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാ. തന്മയീഭാവം വന്നു കഴിഞ്ഞാൽ ഭഗവാൻ എപ്പോഴും പ്രസന്ന ഭാവത്തിലായിരിക്കുന്നത്, നമുക്കും അതേ ഭാവം വരും. അപ്പൊ അതുകൊണ്ട് അർജുനൻ ആവശ്യപ്പെടുന്നു, സാധാരണ രൂപത്തിലേക്ക് അങ്ങ് തിരിച്ചു വരണം. അതനുസരിച്ചുകൊണ്ട് ഭഗവാൻ അതിന് മറുപടി പറയുകയാണ്. മയാ പ്രസന്നേന തവാർജുനേ തൻ രൂപം പരം ദർശിതമാത്മയോഗാൻ തേജോമയം വിശ്വമനന്തമാത്യം എന്മേ തതജ്ഞേന ദൃഷ്ടപൂർവം.
ശ്രീ ഭഗവാൻ പറഞ്ഞു, അർജുന പ്രസന്നേന മയ, അല്ലയോ അർജുന, പ്രസന്നനായിരിക്കുന്ന എന്നാൽ ആത്മയോഗാൽ മേ ഇതം പരം രൂപം തവ ദർശിതം, സ്വന്തം യോഗശക്തിയാൽ എൻ്റെ ഈ ശ്രേഷ്ഠ രൂപം നിനക്ക് കാണിക്കപ്പെട്ടു. ഭഗവാന്റെ യോഗശക്തി അർജുന് കൊടുത്തത് കൊണ്ടും കൂടിയാണ് എപ്പോ കിട്ടിയോ അപ്പോഴാണ് ഈ ദർശനം കിട്ടുന്നത്. ഭഗവാന്റെ കൃപയില്ലെങ്കിൽ കാണാൻ യോഗ്യത കിട്ടില്ല. നമ്മളിപ്പോ കാണണമെന്ന് പറഞ്ഞാലും കാണാൻ പറ്റില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് തേജോമയം വിശ്വം, പ്രകാശമയവും വിശ്വാത്മകവും അനന്തം ആദ്യം യത്, അന്തമില്ലാത്തതും ആദി കാരണവുമായിരിക്കുന്ന യാതൊന്ന് ഈ രൂപം ത്വദന്യേന നാ ദൃഷ്ടപൂർവം, നീയല്ലാതെ മറ്റൊരുവനാൽ മുമ്പ് കാണപ്പെട്ടിട്ടില്ല. അല്ലയോ അർജുന, നിന്നിൽ പ്രസന്നനായിരിക്കുന്ന ഞാൻ എന്നെ യോഗശക്തി കൊണ്ട് എൻ്റെ ഈ ശ്രേഷ്ഠ രൂപത്തെ, വിശ്വരൂപത്തെ നിനക്ക് ഞാൻ കാണിച്ചു തന്നു. പ്രകാശ സ്വരൂപവും വിശ്വാത്മകവും അവസാനമില്ലാത്തതും ആദികാരണവുമായിരിക്കുന്ന ഈ രൂപം നീയല്ലാതെ മറ്റൊരുവനും മുമ്പ് കണ്ടിട്ടില്ല. ഭഗവാന്റെ വിശ്വരൂപം മറ്റാരും കണ്ടിട്ടില്ല എന്നല്ല ഇതിൽ നിന്ന് അർത്ഥമാക്കേണ്ടത്. അർജുനൻ ദർശിച്ച അതേ തരത്തിൽ മറ്റാരും കണ്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഈശ്വര ദർശനം എന്ന് പറയുന്നത് ഒരാള് കണ്ട പോലെ ആയിരിക്കണം മറ്റേയാള് കണ്ടോളണം എന്ന നിർബന്ധമൊന്നുമില്ല. അവരവരുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് ഏതേത് ഭാവത്തിലാണോ നിങ്ങൾ ഭഗവാനെ ഭജിക്കുന്നത് അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ദർശനം കിട്ടുക. അപ്പൊ ഞാൻ കാണുന്ന പോലെ ആയിരിക്കല്ല നിങ്ങൾ, ഞാൻ ഭഗവാനിൽ നിന്ന് കേൾക്കുന്ന പോലെ ആയിരിക്കല്ല നിങ്ങൾ കേൾക്കുക. അങ്ങനെ ഓരോരുത്തരുടെയും ഡിപ്പെൻഡ് അപ്പോൺ യുവർ ക്യാരക്ടർ, നിങ്ങളുടെ സ്വഭാവം അനുസരിച്ചു കൊണ്ടായിരിക്കും ഏതേത് ഭാവത്തിൽ നിങ്ങൾ ഭജിക്കുന്നോ അതാത് ഭാവത്തിൽ ഞാൻ പ്രകടമാകുന്നു. ഇപ്പൊ നമ്മള് പല സ്ഥലത്തും ഒരേ പ്രതിഷ്ഠ തന്നെ, വിഷ്ണുവിന്റെ പ്രതിഷ്ഠ ആയിക്കോട്ടെ, ശിവന്റെ പ്രതിഷ്ഠ ആയിക്കോട്ടെ, ഇല്ലേ ഗുരുവായൂരപ്പന്റെ തന്നെ പ്രതിഷ്ഠ ആയിക്കോട്ടെ, എവിടെയൊക്കെ എത്ര 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 ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരേ സങ്കല്പത്തിൽ തന്നെ. പക്ഷെ അവിടെയൊക്കെ ആ പ്രതിഷ്ഠാ സമയത്ത് അതിൻ്റെ ഉപാസകൻ ഏത് ഭാവത്തിലാണോ ഭഗവാനെ ആവാഹിച്ച് പ്രതിഷ്ഠിച്ചത് ആ ഭാവത്തിലായിരിക്കും അവിടെ പ്രകടമാകും. സങ്കല്പം ഒന്ന് തന്നെ, പക്ഷേ എപ്പോൾ ഏത് സമയത്ത് ഏത് ഭാവത്തിൽ പ്രകടമാകുന്നോ, ഏത് ഭാവത്തിൽ ഉപാസിക്കുന്നോ ആ ഭാവത്തിലായിരിക്കും അവിടെ പ്രതിഷ്ഠ. ഗുരുവായൂരപ്പനെ തന്നെ പല സ്ഥലത്ത് പ്രതിഷ്ഠാലും ആരെങ്കിലും ഒരാൾ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. ആ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ ആവാഹിച്ച് പ്രതിഷ്ഠിക്കുന്ന സമയത്ത് ഏത് ഭാവത്തിലാണോ ആവാഹിച്ച് പ്രതിഷ്ഠിക്കുന്നത് ആ ഭാവത്തിലായിരിക്കും അവിടെ പ്രകടനം. അപ്പൊ അതേപോലെ നമ്മുടെ സ്വഭാവം വ്യത്യസ്തമാണ്, ഇഷ്ടാനിഷ്ടങ്ങൾ വ്യത്യാസമാണ്. അതുകൊണ്ട് നമ്മൾ ഏതേത് ഭാവത്തിലാണോ ഈശ്വരന്മാരെ ഭജിക്കുന്നത് അതനുസരിച്ചുകൊണ്ടായിരിക്കും അവരവർക്ക് പ്രകടമാക്കുക. അതാണ് ഇവിടെ അർജുനനോട് പറഞ്ഞത്, നീ കണ്ടതുപോലെ മറ്റാരും കണ്ടില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് കാണാൻ സാധിച്ചതുപോലെ മറ്റൊരാൾക്ക് ഇതേപടി കണ്ടോളം നിർബന്ധമൊന്നുമില്ല. അപ്പൊ ഗീതോപദേശം തന്നെ ഭഗവാൻ നടത്തുന്നുണ്ട് അർജുനന് വേണ്ടിയിട്ട്, അർജുനെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാ പറയുന്നത്. അതേ കാര്യം തന്നെ അതേപടി അതേ സമയത്ത് നടന്ന കാര്യം രണ്ടാമത് പറയാൻ പറഞ്ഞാൽ അതേപടി ആവില്ല എത്രയായാലും. അത് അന്നേരം പറയപ്പെട്ടു. ഇപ്പൊ എന്നോട് തന്നെ ഗീത എത്രയോ കാലമായി വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കണു, പക്ഷെ ഒരു പ്രാവശ്യം പറഞ്ഞ പോലെ ആയിരിക്കില്ല മറ്റുള്ള പറഞ്ഞു. ആ ഓൺ ദി സ്പോട്ടിൽ എപ്പോൾ ഏത് ഭാവത്തിലാണോ ഞാൻ അവതരിപ്പിക്കുന്നത് ആ ഭാവത്തിലായിരിക്കും നിങ്ങളോട് ഞാൻ പറയാം. അത് ആദ്യം പറഞ്ഞ പോലെ ആയിരിക്കണമെന്നില്ല, പണ്ട് പറഞ്ഞ പോലെ ആയിരിക്കണമെന്നില്ല. അതുകൊണ്ടാണ് ധർമ്മത്തിനോടും ഭഗവാൻ പറഞ്ഞത്. അന്നേരത്തെ സാഹചര്യത്തിൽ അർജുനന് ഉപദേശിച്ചു, അത് രണ്ടാമത് അതേപടി റിപ്പീറ്റ് ചെയ്ത് പറയാൻ പറഞ്ഞാൽ സാധ്യമല്ല. നമുക്കിപ്പോൾ റെക്കോർഡിക്കലി വോയിസ് റെക്കോർഡ് ചെയ്ത് വെക്കാം, പുതിയ സിസ്റ്റം ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്കത് റെക്കോർഡ് ചെയ്യാൻ വെക്കാം, ഇല്ലെങ്കിൽ പുസ്തകങ്ങൾ എഴുതി വെക്കാം. പണ്ടൊക്കെ അങ്ങനെയാണല്ലോ, താളിയോലകളിൽ എഴുതിയപ്പെട്ടതാണ് ഇന്ന് പുസ്തക രൂപത്തിലൊക്കെ വന്നിരിക്കും. അപ്പോൾ ഈ മഹാഭാരതമൊക്കെ പേപ്പറിലല്ലല്ലോ എഴുതിയത്, താളിയോലയിലാണ്, ഓലയിലാണ് രചിക്കപ്പെട്ടത്. ഭാഗവതം പുരാണങ്ങളൊക്കെ അതെ. പിന്നീട് അത് ഇന്നത്തെ സംവിധാനത്തിലേക്ക് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ.
അത് പകർത്തി എഴുതിയാൽ പോലും, ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ പോലും അതേപോലെ ആയിരിക്കണം നിർബന്ധമില്ല. എന്നാ അന്തസ്സത്ത് പോവുകയില്ല. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞത്, ഭഗവാന്റെ വിശ്വരൂപം മറ്റാരും കണ്ടിട്ടില്ല എന്നല്ല അർത്ഥമാക്കേണ്ടത്. അർജുനൻ കണ്ട പോലെ മറ്റൊരാൾക്കും കാണാൻ സാധ്യമല്ല. ഞാൻ കാണുന്നത് പോലെ, ഞാൻ കേൾക്കുന്ന പോലെ ഗുരുവായൂരപ്പനെ കാണാനും കേൾക്കാനും ആർക്കാ സാധിക്കുക? അവരവർക്ക് ഏത് ഭാവത്തിലാണോ പ്രകടമാകുന്നത് ആ ഭാവത്തിലായിരിക്കും അവരവരുടെ സ്വഭാവം അനുസരിച്ച്. നിങ്ങൾ ഏത് ഭാവത്തിലാണ് ഭജിക്കുന്നത് അതേ ഭാവത്തിലായിരിക്കും ഭഗവാൻ പ്രകടമാകുക. അതുകൊണ്ടാണ് ഇഷ്ടദേവതയെ ഉപാസിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. അവിടെയാണ് സുദൃഢത ഉണ്ടാവുന്നത്. ഭക്തിയിൽ ദൃഢത ഉണ്ടാകണമെങ്കിൽ ഇഷ്ടദേവതയെ ഉപാസിച്ചാൽ തന്നെ നിങ്ങൾക്ക് അവിടെ താല്പര്യം കൂടുതൽ ജനിക്കും. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ ഭജിക്കാൻ പറഞ്ഞാൽ, ഒരു ദേവനെ ഭജിക്കാൻ പറഞ്ഞാൽ, നിങ്ങൾക്ക് അത് താല്പര്യം ഇല്ലാതെ ഭജിച്ചാൽ സക്സസ് ആകില്ല എന്നാണ്. നമുക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണം കഴിക്കാൻ പറയുന്ന പോലെ, ഇഷ്ടമില്ലാത്ത വസ്ത്രം ധരിക്കാൻ പറയുന്ന പോലെ, ഇല്ലാത്ത സ്ഥലത്തേക്ക് പോകാൻ പറയുന്ന പോലെ എന്ന് പറഞ്ഞ പോലെ, നമുക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ വലിയ താല്പര്യത്തോടെ ഇച്ഛാശക്തി ഉണർത്തി ക്രിയാശക്തിയിലേക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യും. ഇഷ്ടമില്ലാത്തത് ചെയ്താലോ അപ്പോൾ അതിന് ആത്മാർത്ഥത ഉണ്ടാവില്ല, ഇറിറ്റേഷൻ ആവുകയും ചെയ്യും. എന്നാൽ അത് നിർബന്ധ ബുദ്ധിയാൽ ബൈ ഓർഡറൊക്കെ ചാരെ കൊണ്ട് ചെയ്യിപ്പിച്ചാലും അത് വേണ്ട വിധത്തിലാകില്ല. ഒരു പക്ഷേ ബൈ ഓർഡർ കൊടുത്തിട്ടൊക്കെ ചെയ്യിപ്പിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും, ചെയ്യാതിരിക്കാൻ പറ്റില്ല. പക്ഷേ അവിടെ താല്പര്യത്തോട് ഇച്ഛാശക്തി ഉണർത്തിയിട്ട് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല എന്ന്. അതുകൊണ്ടാണ് ഇഷ്ടദേവതകളെ ഉപാസിക്കണം, പരദേവതയെ ഭജിക്കണം എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഇനി അതിനു വേണ്ടിയിട്ട് ഭഗവാൻ വീണ്ടും പറയുന്നു, നാ വേദയജ്ഞാധ്യായ അന്നദാന നാ ചാക്രിയാപർ നാ തപോപുരുഗ്രൈ ഏവം രൂപസഖ്യം അഹം നിർലോകേ ദൃഷ്ടന്ത അന്യേന ഗുരുപ്രവീര. ഗുരുപ്രവീര, ഒരു ശ്രേഷ്ഠനായിരിക്കുന്ന അർജുന, ലോകത്വതന്യേന, മനുഷ്യലോകത്തിൽ നീ ഒഴിച്ച് മറ്റാരാലും വേദയജ്ഞാധ്യാന അന്നദാനൈ, വേദയജ്ഞങ്ങളെ കൊണ്ടോ വേദ യജ്ഞസാധ്യായങ്ങളെ കൊണ്ട്, ഏവം രൂപം അഹം, ഇപ്രകാരമുള്ള രൂപത്തോടു കൂടിയ ഞാൻ, ദൃഷ്ടും ന ശക്യം, കാണപ്പെടുക സാധ്യമല്ല. ദാനൈ ന ക്രിയാഭി ന, ദാനങ്ങൾ കൊണ്ടോ കർമ്മങ്ങൾ കൊണ്ടോ, ഉഗ്രൈ തപോ അഭി ന ച, ഉഗ്ര തപസ്സുകൾ കൊണ്ടോ കാണപ്പെടുക സാധ്യമല്ല. ഈ കുരുശേഷനായിരിക്കുന്ന അർജുന, മനുഷ്യലോകത്ത് നീ ഒഴിച്ച് മറ്റാർക്കും വേദങ്ങൾ, യജ്ഞങ്ങൾ, സ്വാധ്യായം എന്നിവ കൊണ്ട് ഇപ്രകാരമുള്ള രൂപത്തോടു കൂടിയ എന്നെ കാണുക സാധ്യമല്ല. ദാനങ്ങൾ കൊണ്ടോ കർമ്മങ്ങൾ കൊണ്ടോ ഉഗ്ര തപസ്സുകൊണ്ടോ അത് സാധ്യമാവുകയുമില്ല. യജ്ഞദാന തപസ്സുകൾ നിഷ്പ്രയോജനം എന്നല്ല പറയുന്നത്, അന്ധകരണ ശുദ്ധിക്കുള്ള ഉപായങ്ങൾ മാത്രമാണ് അവയ എന്ന് മനസ്സിലാക്കുക. അവയെ ലക്ഷ്യം ആയി കരുതരുത്. അഥവാ കരുതിയാൽ ആത്മാനുഭൂതി ലഭിക്കുകയില്ലെന്ന് സാരം. അപ്പൊ ഈ യജ്ഞദാന തപ കർമ്മങ്ങൾ, പൂജാതി കർമ്മങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് ഇച്ഛിക്കുന്നവർക്ക് ഒരു മാർഗം മാത്രമാണ്. എന്തിനെ? കർമ്മശുദ്ധി വരുത്താൻ. കർമ്മശുദ്ധി വരുത്താതെ ഈശ്വര ദർശനം സാധ്യമല്ല. കർമ്മങ്ങളെ കൊണ്ടേ കർമ്മശുദ്ധി വരുത്താൻ പറ്റൂ. ആ കർമ്മങ്ങള് ഈശ്വരോപാസനയ്ക്ക് ഉതകുന്നതായ വേദവൈദിക കർമ്മങ്ങളും ദാനകർമ്മങ്ങളും ഒക്കെ ഈശ്വരനിലേക്ക് എത്താനുള്ള മാർഗം മാത്രമാണ്. അത് ചെയ്തു എന്ന് വിചാരിച്ചുകൊണ്ട് ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തില്ല. എന്തിനാണ് ഇത് ചെയ്യാൻ പറഞ്ഞത്? കർമ്മശുദ്ധിക്ക്. കർമ്മശുദ്ധി എന്ന് പറഞ്ഞാൽ കർമ്മശുദ്ധി ഉണ്ടായാൽ മാത്രമേ അന്ധകരണ ശുദ്ധി ഉണ്ടാവുള്ളൂ. അന്ധകരണ ശുദ്ധി ഉണ്ടായാലേ ഈശ്വരൻ പ്രസാദിക്കൂ. ഈശ്വരൻ പ്രസാദിച്ചാലേ ആത്മജ്ഞാനം ലഭിക്കൂ. ഏറ്റവും വലിയ ഭക്തിയോഗ സിദ്ധി എന്താ? ആത്മജ്ഞാനം ലഭിക്കുക എന്നുള്ളത്. അപ്പൊ അത് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന വേദവൈദിക കർമ്മങ്ങളോ സ്വാധ്യായനങ്ങളെ കൊണ്ടോ പൂജാതി കർമ്മങ്ങളെ കൊണ്ടോ യാഗങ്ങളെ കൊണ്ടോ യജ്ഞങ്ങളെ കൊണ്ടോ കർമ്മശുദ്ധി വരുത്താൻ സാധിക്കും. ഒന്നും ചെയ്യാതിരിക്കുന്നതിന് നല്ലത് എന്തെങ്കിലും ഒന്ന് ചെയ്യാം.
എന്തിനാ? കർമ്മത്തിലൂടെ അല്ലാതെ കർമ്മശുദ്ധി വരുത്താൻ പറ്റില്ല. അത് ഞാൻ അനങ്ങാതിരിക്കരുത് എന്നും പറഞ്ഞിട്ടുണ്ട്. വെറുതെ ഇരിക്കരുത്. വെറുതെ ഇരുന്നിട്ട് അതും ഇതും ആലോചിച്ചുകൊണ്ടിരിക്കുക, അത് മിഥ്യാചാരമാണ്, അത് ഏറ്റവും വലിയ പാപമാണ്. നിങ്ങൾക്ക് ഉറക്കം വരണ്ടേ, പോയി കിടന്ന് ഉറങ്ങിക്കോളൂ, അത് കർമ്മമാണ്. പക്ഷെ വെറുതെ ഇരുന്നിട്ട് ദിവ്യാസ്വപ്നം കണ്ടുകൊണ്ട് നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്ന് ഉറപ്പുള്ള കാര്യങ്ങളെ പറ്റി ആലോചിച്ചിരിക്കുന്നത് മിഥ്യാചാരമാണ്. ആവശ്യമില്ലാത്ത സമയത്ത് ആവശ്യമില്ലാത്തവരെ കുറിച്ച് ആലോചിച്ച് ദുഃഖിച്ചിരുന്നിട്ടെന്താ കാര്യം? എവിടെയോ ആരോ ദുഃഖിക്കുന്നു. അത് ബന്ധുക്കളാകാം, രക്തബന്ധത്തിലോ ആത്മബന്ധം കൊണ്ടോ സുഹൃത്തുക്കളോ ഒക്കെ ആയിരിക്കാം. നിങ്ങൾ ഇവിടെ ഇരുന്ന് വ്യസനിച്ചാൽ അവരുടെ ദുഃഖം മാറുന്നില്ലല്ലോ. അപ്പൊ ഇതൊക്കെയാണ് മിഥ്യാചാരം എന്ന് പറയുന്നത്. വെറുതെ ആവശ്യമില്ലാത്ത സമയത്ത് ആവശ്യമില്ലാത്തവരെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കേണ്ട ആവശ്യകതയില്ല എന്നാണ് പറയുന്നത് ഭഗവാൻ. അപ്പൊ ആ സമയം എന്താ, കർമ്മശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള കർമ്മം ചെയ്താലോ കർമ്മശുദ്ധി വരുത്തും. ഫലേച്ഛയില്ലാതെ എന്തെങ്കിലും ചെയ്യാം. ഫലേച്ഛയോടുകൂടി ചെയ്താൽ ആ ഫലം ലഭിക്കും, ആത്മാർത്ഥമായിട്ട് ഇച്ഛിക്കുന്ന ഫലവും ലഭിക്കും. അപ്പൊ തുടക്കക്കാർക്ക് ഫലേച്ഛയോട് കൂടിയാണെങ്കിൽ ഈ വേദവൈദിക കർമ്മങ്ങൾ ചെയ്തോളൂ. പക്ഷെ വെറുതെ ഇരിക്കരുത്, ആ പോളിസി ഫോളോ ചെയ്യണം. ഇനി അടുത്ത സ്റ്റേജിൽ എന്തായി, ഫലം കിട്ടുന്നതൊന്നും ശാശ്വതമല്ല, അതിൽ നിന്ന് എന്ത് കിട്ടിയാലും വേണ്ടില്ല, പിന്നെ ദുഃഖിക്കേണ്ടി വരുന്നുള്ള അനുഭവം ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ ഫലേച്ഛയില്ലാതെ എന്തെങ്കിലും ചെയ്തോളൂ. അപ്പൊ അതുകൊണ്ടാണ് കർമ്മശുദ്ധി വരിക, പുണ്യം കിട്ടുക. യഥാർത്ഥ പുണ്യം കിട്ടുന്ന എന്താ? പവിത്രത വരിക. ഗുരുവായൂരപ്പൻ തന്നെ സഹസ്രനാമത്തിൽ പുണ്യം എന്ന് പേരുണ്ട്. എന്താ പേരുകൊണ്ട് ഉദ്ദേശിക്കുന്ന? പവിത്രൻ എന്നാണ്. പവിത്രത കൊടുക്കുന്നവനുമാണ്. അതുകൊണ്ടാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. ഈശ്വര സാക്ഷാത്കാരത്തിന് ഉതകുന്ന കർമ്മങ്ങൾ എന്താണോ അത് തെരഞ്ഞെടുത്ത് ചെയ്യുന്നതാണ് യഥാർത്ഥ കർമ്മയോഗം. എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുടച്ച് ചെയ്യാനല്ല പറഞ്ഞത്. ഒന്നും ചെയ്യാതിരിക്കുന്നതിന് നല്ല എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ടോ ഉദ്ദേശിച്ചുകൊണ്ട് ആർക്കും പ്രയോജനമില്ലാത്ത കാര്യം ചെയ്യരുത്. പിന്നെ എങ്ങനെ ചെയ്യണം? അവനവന് തന്നെ പ്രയോജനപ്പെടണം. അവനവന് തന്നെ. ബാക്കിയുള്ളവർ കേട്ടോ കേട്ടില്ലയോ അവരെന്താ, നിങ്ങളിപ്പോ ഓരോരുത്തരും നിങ്ങളുടെ സഭ അനുസരിച്ച് നിങ്ങൾ എങ്ങനെ കേട്ടിട്ട് എന്താ എങ്ങനെ ആചരിക്കുന്ന അനുഷ്ഠാനങ്ങളെ കൊണ്ടുവന്ന് നിങ്ങൾ എന്താ നേടുന്നതെന്ന് കർമ്മത്തിന്റെ ഗതി ഗഹനമാണെന്ന് ഭഗവാൻ പറഞ്ഞല്ലോ. അത് ഞാനിവിടെ ഇരുന്ന് പറഞ്ഞാലൊന്നും ശരിയാവില്ല. നിങ്ങളുടെ സ്വഭാവം അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ച് അച്ചീവ്മെന്റ് ഉണ്ടാക്കേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. നിങ്ങൾ ഏത് വിധത്തിൽ ഭജിക്കുന്നോ ആ ഭാവത്തിൽ നിങ്ങളെ ഈശ്വരൻ അനുഗ്രഹിക്കുന്നു പറഞ്ഞിട്ട് അവിടെ ഒന്നും പക്ഷപാതത്തിന്റെ പ്രശ്നമില്ല, തിരിച്ചു വ്യത്യാസം ഉണ്ടാവില്ല ഭഗവാന്. അപ്പൊ അതുകൊണ്ട് ആ കർമ്മശുദ്ധിക്ക് വരുത്താൻ ഉതകുന്ന കർമ്മങ്ങൾ എന്താണെന്ന് കണ്ടെത്തി അത് ചെയ്താൽ ആത്മസാക്ഷാത്കാരം എളുപ്പം സാധിക്കും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, വേദാധ്യയനം കൊണ്ടോ യജ്ഞദാന തപകർമ്മങ്ങളോ ഒന്നും വിമർശിക്കുകയല്ല ചെയ്തേക്കണം ഭഗവാൻ. പക്ഷെ അതൊക്കെ കർമ്മശുദ്ധിക്ക് വേണ്ടിയിട്ടായിരിക്കണം ചെയ്യുന്നത്. അത് ശാശ്വതമായ ഫലമല്ല. അതിൽ നിന്ന് എന്ത് കിട്ടിയാൽ, അതിൽ നിന്ന് എന്തെങ്കിലും ഇഷ്ടഭോഗം കിട്ടിയാലും മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് കഴിച്ചോളൂ. അവിടെ നിങ്ങൾക്ക് അവിടെയാണ് കർമ്മശുദ്ധി ഉണ്ടാവുക. ഇഷ്ടഭോഗങ്ങളെ വരെ അവനവന് ഇഷ്ടമുള്ളത് കിട്ടിയാൽ പോലും മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് വേണം കഴിയാൻ. അവനവനുള്ളത് എടുത്തു വെച്ചിട്ടല്ല മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത്. മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് വേണം യജ്ഞശിഷ്ടം പൂജിക്കാൻ. യജ്ഞശിഷ്ടം പൂജിക്കുമ്പോൾ അവർക്ക് കൊടുത്തതിൻ്റെ ബാക്കി കഴിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് ഇഷ്ടഭോഗമായിട്ടോ അല്ലെങ്കിൽ അനുഗ്രഹമായിട്ട് ഈശ്വര പ്രസാദം കിട്ടണമെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് കഴിക്കണം. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്തു വെച്ചിട്ട് അന്ന് ബാക്കിയുണ്ടെ കൊടുക്കാം എന്ന് പറഞ്ഞാൽ അത് വകുപ്പ് മാറും. അതുകൊണ്ട് കർമ്മശുദ്ധി ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഭഗവാൻ ക്ലാരിഫൈ ചെയ്ത് തന്നിട്ടുണ്ട്. നാ വേദയജ്ഞാധ്യായ അന്നദാനൈ നാ ചക്രിയാഭിർതപോപരുക്കൈ ഏവം രൂപശഖ്യം അഹം നൃലോകേ ദൃഷ്ടോന്തധാന്യേന കുരുപ്രവീരം.
മനുഷ്യലോകത്ത് നീ ഒഴിച്ച് മറ്റാരും നീ കണ്ടതുപോലെ മറ്റാരും ഇതുവരെ കണ്ടിട്ടില്ല എന്നതിനു മുമ്പ് പറഞ്ഞു. ആ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട്, ഈശ്വരനെ കാണാൻ വേണ്ടിയിട്ട് വേദങ്ങൾ, യജ്ഞങ്ങൾ, സ്വാധ്യായനം, വേദസ്വാധ്യായനം ആണ് ഉദ്ദേശിക്കുന്നത്. എന്നിവ കൊണ്ട് ഇപ്രകാരമുള്ള രൂപത്തോടുകൂടി എന്നെ നീ കണ്ടതുപോലെ എന്നെ കാണുക സാധ്യമല്ല. ദാനങ്ങൾ കൊണ്ടോ കർമ്മങ്ങൾ കൊണ്ടോ ഉഗ്ര തപസ്സുകൊണ്ടോ അത് സാധ്യമാവുകയുമില്ല എന്ന് പറഞ്ഞു. യജ്ഞദാന തപസ് കർമ്മങ്ങൾ നിഷ്പ്രയോജനം എന്നല്ല സൂചിപ്പിക്കുന്നത്. പിന്നെയോ അത് അന്ധകരണ ശുദ്ധിക്കുള്ള മാർഗം മാത്രമാണ്. അവയെ ലക്ഷ്യമെന്ന് കരുതരുത്. ലക്ഷ്യമായി കരുതിയാൽ ആത്മാനുഭൂതി ലഭിക്കില്ല. ലക്ഷ്യം ചിലപ്പോൾ സാധിച്ചു എന്നിരിക്കും, പക്ഷെ ആത്മജ്ഞാനത്തിലൂടെ ആത്മാനുഭൂതി ലഭിക്കുക, ആത്മാനുഭവം ഉണ്ടാകില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. മാധേ വ്യതാമാംച വിമൂഢഭാവ ദൃഷ്ട്വാ രൂപം ഘോരം ഈ അമേദം വ്യാപ്യേതവി പ്രീതമാന പുനഃസം തദ്ദേവ മേ രൂപപിതം പ്രവശ്യ. ഘോരം മമ, ഈ വിധം ഭയങ്കരമായിരിക്കുന്ന എൻ്റെ ഇതം രൂപം ദൃഷ്ട്വാ, ഈ രൂപത്തെ, വിശ്വരൂപത്തെ കണ്ടിട്ട് തേ ബധ മാം, നിനക്ക് ദുഃഖം, ഭയം വേണ്ട. വിമൂഢഭാവക, വ്യാമോഹിക്കുകയും വേണ്ട. ത്വം വ്യാപ്യേതവി പ്രീതമാന പുനഃസ്ഥം, നീ നിർഭയനും സന്തുഷ്ടനുമായി മേ തദ് ഇതം രൂപം, എൻ്റെ ഈ പൂർവരൂപത്തെ തന്നെ ഏവം പുനഃപ്രവശ്യ, വീണ്ടും കണ്ടാലും. ഈ വിധം ഘോരമായിരിക്കുന്ന എൻ്റെ വിശ്വരൂപത്തെ കണ്ടിട്ട് നീ ഭയപ്പെടുകയൊന്നും വേണ്ട, വ്യാമോഹിക്കുകയും വേണ്ട. നിർഭയനും സന്തോഷനുമായി എൻ്റെ ഈ പൂർവരൂപത്തെ തന്നെ വീണ്ടും നീ കണ്ടുകൊള്ളുക. പൂർവരൂപത്തെ കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു, അത് വിശ്വരൂപം കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു, അത് കാണിച്ചു കൊടുത്തു. പിന്നെ പൂർവരൂപത്തിലേക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞാൽ ആ പൂർവരൂപത്തിലേക്കും നീ കണ്ടുകൊള്ളൂ. പക്ഷെ ഇതിനിടയ്ക്ക് എന്നെ പ്രതി ആലോചിച്ചിട്ടോ ഇല്ലെങ്കിൽ എൻ്റെ ഈ രൂപത്തെ ആലോചിച്ചിട്ടോ നീ ഒരിക്കലും ഭയപ്പെടരുത്. അതുകൊണ്ട് വൃത്തമായിട്ട് മോഹങ്ങളും മാറ്റിവെച്ചോളാം. അതിൽ നിന്നും വ്യർത്ഥമായ മോഹങ്ങൾ ഉണ്ടാകാം. ഈശ്വരന്റെ ദർശനമൊക്കെ കിട്ടിയാലേ, ഈശ്വരനെ കേൾക്കാനൊക്കെ തുടങ്ങിയാൽ, അശരീരി ശബ്ദമൊക്കെ കേൾക്കാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് വരെ യോഗ്യത ഇല്ലാത്ത കാര്യങ്ങൾ ഭഗവാനോട് ചോദിക്കാൻ തുടങ്ങും. അതാണ് വ്യർത്ഥമായ മോഹങ്ങൾ. നേരത്തെ ഇത് കാണുന്നതിന് മുമ്പ് തന്നെ അർജുനൻ പറഞ്ഞതാ എൻ്റെ വ്യർത്ഥമായ മോഹങ്ങളൊക്കെ പോയിന്ന്. പിന്നെ മോഹം ബാക്കിയായി, അതിപ്പോ സാധിപ്പിച്ചു കൊടുത്തു. അത് സാധിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ വീണ്ടും ചിലപ്പോ ഈ വ്യർത്ഥം, ജന്മവാസന കൊണ്ട്, ഈ വ്യർത്ഥമായ ഉപേക്ഷിക്കപ്പെട്ട വാസനാബലം കൊണ്ട് വീണ്ടും അത് ആഗ്രഹിക്കും. അപ്പൊ വ്യർത്ഥമായ മോഹങ്ങൾ വേണ്ടാന്ന് പറഞ്ഞ, ആദ്യം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ചിലപ്പോ തലപൊക്കും, സർപ്പം പല പൊക്കുന്ന പോലെ നമുക്ക് തോന്നും ഇനി ആ വാസനാബലം വരില്ല എന്നൊക്കെ. അത് ഈശ്വരന്റെ അനുഗ്രഹമൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വീണ്ടും എന്നാ ഇതും കൂടെ ചോദിച്ചാലോ എന്ന് തോന്നും. ഏതായാലും ആദ്യം ചോദിച്ചൊക്കെ കിട്ടി. അതങ്ങനെയാണല്ലോ. പണ്ട് ഒരു വിറക് വെട്ടാരൻ ഒരു കുളത്തിന്റെ തീരത്ത് പോയിട്ട് വിറക് വെട്ടിക്കൊണ്ട് ഇരുന്ന മഴു കുളത്തിൽ പോയ കാര്യം ഓർമ്മയുണ്ടല്ലോ അല്ലേ? അങ്ങനെ ഒരു കഥയുണ്ട്. എന്നിട്ട് ദേവി കുളത്തിൽ നിന്ന് പൊങ്ങി വന്നിട്ട് ഇരുമ്പിന്റെ കോടാലി കൊടുത്തു, പിന്നെ വെള്ളിയുടെ കോടാലി കൊടുത്തു, പിന്നെ സ്വർണത്തിന്റെ കോടാലി കൊടുത്തു. ഒരാൾക്ക് അപ്പൊ സ്വർണത്തിന്റെ കോടാലി കിട്ടി, അവൻ കോടിപതിയായി. അത് കണ്ടിട്ട് വേറൊരു വിറക് കെട്ടുകാരൻ അതേപോലെ വന്നിട്ട് ശ്രമിച്ചു. എന്നിട്ട് അവൻ എന്താ കിട്ടിയേ? ഒന്നും കിട്ടിയില്ല. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ ഭക്തിമാർഗത്തിൽ സഞ്ചരിക്കുമ്പോഴേ നമുക്ക് വേണ്ടാന്ന് വെച്ച കാര്യങ്ങളും ചിലപ്പോൾ പിന്നെയും മോഹം വരും. ഒരാൾക്ക് കിട്ടിയത് ഇല്ലേ, ഒരാൾക്ക് കിട്ടിയ അനുഗ്രഹം വീണ്ടും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ശ്രമിക്കും. അങ്ങനെയൊക്കെ മനുഷ്യന്റെ സ്വഭാവം വികലതകളൊക്കെ മനസ്സിലാക്കിയിട്ടാ ഭഗവാൻ പറയുന്നത്, നീ ഭയപ്പെടുകയും പാടില്ല. അതോടൊപ്പം തന്നെ നീ പിന്നീട് ഉപേക്ഷിക്കപ്പെട്ടതായ വ്യർത്ഥമായ മോഹങ്ങൾ വീണ്ടും ചിലപ്പോൾ തലപൊക്കും നിന്റെ ജന്മവാസനയായിട്ട്, അതും പാടില്ല.
ഈ ഈശ്വര ദർശനമൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെയും വരും നമുക്ക് അഹങ്കാരം, ബലം, ദർപ്പം, കാമം, ക്രോധം, പരിഗ്രഹം, അല്ലേ? ഭഗവാനുമായിട്ട് കണക്ഷൻ കിട്ടിയാലും വേണ്ടില്ല, പിന്നെ ഈ വാസനാബലം മനുഷ്യ സഹജമായിരിക്കുന്ന ദേഹബോധം ഉള്ളിടത്തോളം കാലം ഇതൊക്കെ എപ്പോൾ വേണേലും സർപ്പം തല പോക്കുന്ന പോലെ, പത്തി വിടർത്തുന്ന പോലെ ചിലപ്പോൾ വിടർത്തി വരും. അതുകൊണ്ടാണ് മഹാബലിയെ പോലും സുതലത്തിലേക്ക് കൊണ്ടുപോയിട്ട് ഭഗവാൻ തന്നെ കാവലിരിക്കുന്നതിന്റെ രഹസ്യത. കാരണം എപ്പോഴാ തല പൊക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. നമ്മളിപ്പോ ഇവിടെ ഇരുന്ന് കേൾക്കുന്ന പോലെ ഒന്നുമല്ല, പുറത്തേക്ക് ആ സ്വഭാവം എൻ്റെ നിങ്ങളുടെയൊക്കെ സ്വഭാവം ഏത് സമയത്തും മാറും. എപ്പോഴാ വ്യർത്ഥമായ മോഹങ്ങളും വരും, അതിൻ്റെ കൂടെ ഈ വ്യർത്ഥമായ നമ്മൾ ഉപേക്ഷിക്കപ്പെട്ട കാര്യവും ചിലപ്പോൾ പൊങ്ങി വരും. സാധിക്കില്ല എന്ന് ഉറപ്പുണ്ടാവും, അത് ഉപേക്ഷിച്ചതാ. ഭഗവാനോട് പറഞ്ഞു, എൻ്റെ വ്യർത്ഥമായ മോഹങ്ങളൊക്കെ പോയി മറിഞ്ഞിരിക്കുന്നു, പിന്നെന്താ ബാക്കി? മോഹം ബാക്കിയായി. ആ മോഹമായിരുന്നു ഭഗവാനെ ദർശനം കിട്ടണം എന്ന് പറഞ്ഞത്. ദർശനം കൊടുത്തു കഴിഞ്ഞപ്പോ ഇതൊക്കെ കണ്ടിട്ട് ഭയപ്പെടുന്നു. എനിക്ക് ഇത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. മനുഷ്യൻ ഒരിക്കലും സന്തതി വരുന്നില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഭഗവാന്റെ അടുത്ത് വരെ ഇങ്ങനെ. അപ്പൊ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയണം. നമ്മൾ വിചാരിക്കും നമ്മളൊന്ന് കഴിയുമ്പം ഒക്കെ സ്വസ്ഥാവും എന്ന് വിചാരിക്കും, അല്ലേ? നമ്മൾ പഠിച്ച് വലുതായി, ഇനി എന്തെങ്കിലും ജോലി കിട്ടണം, ജോലി കിട്ടിക്കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാകുമെന്ന് വിചാരിക്കും. ജോലി കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ജോലി ഭാരമായി. ആദ്യമൊക്കെ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാന്നും പറഞ്ഞിട്ടൊക്കെയാണ് നടക്കണത്. എന്ത് ജോലി കിട്ടിയാലും ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് നടക്കും. ജോലി കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ഓരോരുത്തരുടെ ഭാവം മാറും. പിന്നെ എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ആ സീറ്റ് പറ്റില്ല, ഈ സെറ്റ് പറ്റില്ല, ആ സബ്ജക്റ്റ് എനിക്ക് പറ്റില്ല. എന്തൊക്കെ കൺസിക്വൻസീസ് ആണ്, അല്ലേ? എന്തൊരു പ്രതീക്ഷയായിരുന്നു. നമ്മൾ എന്ത് ചെയ്യാൻ തയ്യാറായാലേ അവിടെയൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുള്ളൂ. എനിക്ക് ഇതൊക്കെ പറയുമ്പോൾ ഓർമ്മ വരുന്നത്, പട്ടാളത്തിൽ ചേരാൻ വലിയ ഉത്സാഹമായിരുന്നു. 8-10 വർഷമൊക്കെ അതിന് വേണ്ടിയിട്ട് മെനക്കെട്ടിട്ടുണ്ട്. അതേപോലെ എൻ്റെ കൂടെ വന്നവരും ഉണ്ട്, 3-4 മലയാളീസ്. 19 പേരുണ്ട് ഒരു ബാച്ചിലുണ്ടായിരുന്നത്. അതിൽ 4 മലയാളീസ് ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഒരാൾ ഞാനും. ഒരാൾ പാലക്കാട്ടുകാരൻ, ഒരാൾ ഇടുക്കിയിൽ നിന്ന് തന്നെ വന്ന ആള്, പിന്നെ ഒരാൾ കൊല്ലത്തുനിന്ന് വന്ന ആള്. ഇങ്ങനെ 4 മലയാളീസ് ആ ബാച്ചിലുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനങ്ങനെ ചെറുപ്പം പോലെ കഷ്ടപ്പെട്ടിരുന്നുകൊണ്ട് എന്ന് സഹിക്കാൻ തയ്യാറായിട്ടൊക്കെ പോയത്. അവിടെ ചെന്നിട്ട് ആദ്യമേ ആ ട്രെയിനിങ് സെന്ററിൽ ചെന്ന ഉടനെ തലയൊക്കെ മൊട്ടയടിച്ച് എന്താ പറഞ്ഞേ, എല്ലാവർക്കും ഒരേ ഡ്രസ്സ്, വരിയനും ഒരു നിക്കറും, കറുത്ത നിക്കർ തന്നു. എന്നിട്ട് നല്ല വെയിലത്ത് തലയൊക്കെ മൊട്ടയടിച്ചിട്ട്, പിടിച്ചാൽ കിട്ടാത്ത ഭാവത്തിൽ മൊട്ടയടിച്ചിട്ടാണ് കൊണ്ടിരുത്തുക. എന്നിട്ട് നല്ല വെയിലത്ത് പുല്ലില്ലാത്ത ഗ്രൗണ്ടിൽ പുല്ല് പറിക്കാൻ കൊണ്ടിരുത്തുക. ആലോചിച്ച് നോക്കൂ നിങ്ങളെ. ഒരു കുറ്റിപ്പുല്ല് പോലും ഇല്ല പറിക്കാൻ, നമ്മുടെ തലയിലും ഇല്ല ഒരു പുല്ലും. എന്നിട്ട് ആ ഗ്രൗണ്ടിൽ വെയിലത്ത് 50 പേരെ നിരത്തിയിരുത്തിയിട്ട് ഇവിടുന്ന് ആ ഗ്രൗണ്ടിന്റെ എൻഡ് വരെ പുല്ല് പറിക്കാൻ പറയാം. ഇതാണ് ബിസി വിത്തൗട്ട് വർക്ക്, ഔട്ട്പുട്ട് നില്ല് എന്നാണ് പട്ടാളം പഠിപ്പിച്ചത്. ബിസി വിത്തൗട്ട് വർക്ക്, ഔട്ട്പുട്ട് നില്ല്. ഇതാണ് തുടക്കം ട്രെയിനിങ്. അതിലൊരു മലയാളി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അയാൾ ഭയങ്കര കരച്ചില്. ഇതിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഇവിടെ വന്നത്? അതും അയാൾക്ക് എൻറോളിന് മറ്റേ റിക്രൂട്ട് കമ്മീഷൻ റിജക്റ്റായി, മെഡിക്കലിൽ റിജക്റ്റായി. അവിടെ നിന്നൊക്കെ റെക്കമെൻഡേഷൻ കൊണ്ട് ഒരു തരത്തിലാണ്. അണ്ടർ വെയിറ്റ് ആയിരുന്നു, എന്താ പറയുക, ചെസ്റ്റ് ആയിരുന്നു. എന്നിട്ട് എങ്ങനെയൊക്കെയോ ഹൈ റെക്കമെൻഡേഷൻ കൊണ്ടാണ് അയാൾ ട്രെയിനിങ് സെന്റർ എത്തിയത്. ട്രെയിനിങ് സെന്ററിലെ മെഡിക്കലും ഡോക്ടർമാർ അയാളെ പിടിച്ച് തള്ളി. ഈളൊന്നും ട്രെയിനിങ് ചെയ്യിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവിടെയും ഹൈ റെക്കമെൻഡേഷൻ കൊണ്ടാണ് അയാളെ പിടിച്ചത്. എന്നിട്ട് ഈ ട്രെയിനിങ് തുടങ്ങുന്ന സമയത്ത് ഈ പുല്ല് പറിക്കാൻ കൊണ്ടിരുന്നപ്പോ ഈളിരുന്ന് ഓടുപാട് കരച്ചില്. നോക്കിക്കോളൂ. അപ്പൊ കർമ്മത്തിന്റെ ഗതി ഗഹനമാണെന്ന് ഭഗവാൻ പറഞ്ഞ എത്ര സത്യമാണെന്ന് നോക്കണം. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. നമ്മള് എക്സൈറ്റ്മെന്റ് കൊണ്ട് എനിക്ക് ജോലി കിട്ടിയാൽ ജോലി കിട്ടും, ജോലി കിട്ടി എന്തും ചെയ്യാൻ തയ്യാറാന്നൊക്കെ അന്നേരം പറയും. പക്ഷെ പ്രത്യക്ഷത്തിൽ നമുക്ക് ആ പോസ്റ്റിൽ പോയി ഇരിക്കുമ്പം പിന്നെ കുറച്ച് ദിവസം ആദ്യമൊക്കെ കുറച്ച് ഉത്സാഹമൊക്കെ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ പിന്നെ ആകെ പരാതിയും കുറ്റവും പറിച്ചിലും. അതാണ് അവിടെ എവിടെയും കുത്തിത്തിരിപ്പും ഉന്നായ്മയും ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും.
എന്നിട്ട് അവസാനം എങ്ങനെയെങ്കിലും ഇതൊന്ന് ഉപേക്ഷിച്ച് പോയി രക്ഷപ്പെട്ടാൽ മതി എന്ന് തോന്നും. എന്നാണ് റിട്ടയർമെന്റ് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ ഈ വ്യർത്ഥമായ മോഹങ്ങള് പൂർണ്ണമായിട്ട് പോകാത്തത് കൊണ്ടാണ്. സംശയവും ഭയവും തീരാത്തത് കൊണ്ടാണ്. സംശയം തീരാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ഭയം ഉണ്ടാകും. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞത്, നീ സംശയിക്കരുത്, ഒരു കാരണവശാലും ഭയപ്പെടരുത്, ഇനി ഒരു കാരണവശാലും വ്യർത്ഥമായ മോഹങ്ങളിലേക്ക് പോകാൻ ഇനിയും കാണണമെന്നെങ്ങാനും പറഞ്ഞേക്കരുതെന്നർത്ഥം. കാണണമെന്ന് പറഞ്ഞു, കാണിച്ചു കൊടുത്തു, അതിനുള്ള യോഗ്യതയും കൊടുത്തു. ചിലപ്പോ ഇനിയും കാണണമെന്ന് പറയും. ഇപ്പൊ കുറച്ചു നേരത്തേക്കാണ് ഇപ്പൊ കാണണ്ട, പഴയ രീതിയിലേക്ക് തിരിച്ചു വരണം എന്നൊക്കെ പറയണേ. മനുഷ്യൻ സാറ്റിസ്ഫൈഡ് അല്ല, കുറച്ച് കഴിയുമ്പോ പിന്നെയും പറയും. നാരദർക്ക് അതല്ലേ സംഭവിച്ചത്. ദാസിപുത്രനായിട്ട് ജനിച്ചപ്പോ ഭഗവാൻ ദർശനം കൊടുത്തു. ഒരു പ്രാവശ്യം തപസ്സിന് അനുസരിച്ചുകൊണ്ട് ഭഗവാൻ ദർശനം കൊടുത്തു. എന്നിട്ട് വീണ്ടും വീണ്ടും കഠിനാധ്വാനം ചെയ്ത് തപസ് ചെയ്യാൻ ശ്രമിച്ചു. ഭഗവാൻ പറഞ്ഞു, ഈ ജന്മത്തിൽ നിനക്ക് ഇനി എന്നെ കാണാൻ പറ്റില്ല. അപ്പൊ സാധിക്കാത്ത കാര്യത്തെപ്പറ്റി ആലോചിച്ചിരിക്കുന്നതാണ് വ്യർത്ഥമായ മോഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ വ്യർത്ഥമായ മോഹങ്ങളെ കൊണ്ട് കാര്യമില്ല, സാധിക്കില്ല എന്ന് നമുക്ക് അർഹതയില്ലാത്ത കാര്യത്തെപ്പറ്റി ആലോചിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ എന്താണോ ഓൺ ദി സ്പോട്ടിൽ അത് ചെയ്യേണ്ടത് എന്താണോ ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളെ എൻഗേജ് ചെയ്യുക എന്നുള്ളതാണ് ഈ ട്രെയിനിങ്ങിന്റെ ഒക്കെ ഉദ്ദേശം. അപ്പം ഏത് ഓർഡർ കിട്ടിയാലും എന്ത് ചെയ്താലും അവിടെയൊക്കെ വ്യർത്ഥമായ മോഹങ്ങൾ ഇല്ലാതെ ഇരിക്കണമെങ്കിൽ വെറുതെ ഇരുന്നിട്ട് അതും ഇതും ആലോചിച്ചിരിക്കാൻ ഇടവരരുത്. എന്നിട്ട് ഞാനിങ്ങനെ വിചാരിച്ചു എന്ന് പറഞ്ഞാൽ ബോർഡറിൽ കൊണ്ടുപോയി നിർത്തിയിട്ടേ അങ്ങോട്ട് വെടിവെക്കെന്ന് പറയുമ്പം ഞാനിങ്ങനെ വിചാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റോ വെടിവെച്ചിട്ടിട്ടും പോവും നിങ്ങളെ. അതാണ് ഇവിടെ ആലോചിക്കാൻ പോയി കഴിഞ്ഞാൽ. അപ്പൊ ഓൺ ദി സ്പോട്ടിൽ എന്ത് ചെയ്യണോ, കർമ്മണോഖിവി ബോധവ്യം ബോധവ്യം ചവി കർമ്മണാണ്. അതുകൊണ്ടാണ് ഭഗവാൻ അർജുനോട് പറയുന്നത്, നീ ഒരിക്കലും സംശയം ഉണ്ടാകരുത്, സംശയാത്മം വിനശതി, ഭയം ഉണ്ടാകരുത്, വ്യർത്ഥമായ മോഹങ്ങൾ ഉണ്ടാകരുത്. ഇപ്പോൾ നിനക്ക് സാധിക്കേണ്ട കാര്യം സാധിച്ചു കഴിഞ്ഞു, ഇനി ഇത് കണ്ടോണ്ടിരിക്കാൻ പറ്റില്ല, സാധാരണ രൂപത്തിലേക്ക് തിരിച്ചു വരണം, അത് ഞാൻ സാധിപ്പിച്ചു തരാം. നീ എന്തൊക്കെ പറയുന്നു അതൊക്കെ സാധിക്കാനായിട്ട് ഞാൻ ഇവിടെ തഥാസുന്ന് എന്റെ നീ കൊണ്ടൂല് ഉത്തരവ്. നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായതുകൊണ്ട് നീ എന്ത് പറഞ്ഞാലും കേൾക്കും, ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ മതി. പക്ഷെ ഈ ചാടി കളിക്കാൻ പാടില്ല. അതാണ് വ്യർത്ഥമായ മോഹങ്ങളിലേക്ക് വീണ്ടും പോകരുതെന്ന് പറഞ്ഞതിന്റെ കാരണം. അർജുനെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള ചെയ്യിപ്പിക്കണം. അതിനിടയ്ക്ക് വ്യർത്ഥമായ മോഹങ്ങളെ കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെയും മലയിൽപ്പെടും, മായയുടെ കരിനിഴൽ വീഴും. അതുകൊണ്ടാണ്, കാരണം ഒരു ഭക്തിഭാവത്തിൽ ഭക്തന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആണ് ഈശ്വര ദർശനം അഥവാ ആത്മദർശനം. അത് ലഭിക്കണം എന്ന് ആഗ്രഹിച്ചു, അതിനുള്ള യോഗ്യത കിട്ടി, അത് സാധിച്ചു. എന്നിട്ട് അതേ മനുഷ്യൻ തന്നെ പറയാണ്, എനിക്കിത് ഇപ്പോഴും കണ്ടോണ്ടിരിക്കാൻ സാധ്യമല്ല, എൻ്റെ മനസ്സ് അസ്വസ്ഥമാണ്, അതുകൊണ്ട് അങ്ങ് പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു വരണം. അപ്പൊ ഭഗവാൻ മുൻകൂർ പറയാണ്, ഞാനിപ്പോ നീ പറഞ്ഞ പോലെ കാണിച്ചു തരണം എന്ന് പറഞ്ഞു, നീ എൻ്റെ പ്രിയനായതുകൊണ്ട് നിനക്ക് ഞാൻ കാണിച്ചു തന്നു, എന്നാൽ നീ കണ്ടതുപോലെ ഒന്നും മറ്റാർക്കും കാണാൻ സാധ്യമല്ല. ഇങ്ങനെയൊക്കെ സമാശ്വാസ വാക്കുകളൊക്കെ പറഞ്ഞു. എന്നിട്ട് നീ പറഞ്ഞ പോലെ നിനക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല, ഞാൻ സാധാരണ രൂപത്തിലേക്ക് വന്നേക്കാം, സമാശ്വസിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഇനി മേലാൽ നീ ഭയപ്പെടാനും പാടില്ല, വ്യർത്ഥമായ മോഹങ്ങള് സാധ്യമല്ല. ഈ ഈശ്വരനെ കാണലെന്ന് പറയുന്നതും വ്യർത്ഥമായ മോഹമാണ്. കാരണം എന്താ, ഈശ്വരനെ എപ്പോഴും കണ്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധ്യമല്ല. നിങ്ങൾ പ്രവർത്തിക്കാതിരുന്നാൽ നിങ്ങൾക്ക് കർമ്മശുദ്ധി വരില്ല. അപ്പം ഒരു തരത്തിൽ ഈശ്വരനെ കാണണമെന്ന് പറയുന്നതും അതിനു വേണ്ടിയിട്ട് ടൈം വേസ്റ്റ് ചെയ്യല്ലേ, അതും വ്യർത്ഥമായ മോഹങ്ങളല്ലേ. നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് കൃത്യമായിട്ട് ചെയ്യാന്നുള്ള നമ്മുടെ ഡ്യൂട്ടി. ഇനി കാണണമെന്ന് ആഗ്രഹം പറഞ്ഞു, കാണിച്ചു, പക്ഷെ ഇനിയും ചിലപ്പോൾ നീ പിന്നെ ആവശ്യപ്പെടും. അങ്ങനെയാണല്ലോ മനുഷ്യൻ. നമ്മൾ ഗുരുവായൂരപ്പനോട് ഓരോ ഒന്ന് ചോദിക്കും, 10 ചോദിക്കും, 10 തരും, 25 ചോദിച്ചാൽ 25 തരും, 50 ചോദിച്ചാൽ 50 തരും. എന്നിട്ട് നമ്മുടെ തന്നെ സ്വത്തക്കുറവ് കൊണ്ട് ചോദിക്കുന്നതെല്ലാം വാങ്ങിയിട്ട്
ആരെങ്കിലും കള്ളന്മാര് വന്ന് എടുത്തോണ്ട് പോയാല് ഗുരുവായൂരപ്പനെ കുറ്റം പറയും. ഏറ്റവും വലിയ കുറ്റം എന്താ? ഞാൻ ഉണ്ടാക്കി വെച്ചതൊക്കെ പോയി. ആരാ ഈ ഞാന്? ഇതുകൊണ്ട് തീരുമോ? കുറച്ച് ദിവസത്തേക്ക് ചിലപ്പോൾ ഗുരുവായൂരപ്പനോട് ദേഷ്യം വരും. ഞാൻ ഉണ്ടാക്കി വെച്ചൊക്കെ കളഞ്ഞിച്ചില്ലേ, കള്ളനെ പറഞ്ഞു വിട്ട് എടുപ്പിച്ച് കളഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെട്ടിട്ട് അങ്ങോട്ട് പോകാതിരിക്കാതെ കഴിഞ്ഞ് പിന്നെയും മോഹം തലപൊക്കും, പിന്നെയും പോകാൻ തുടങ്ങും, പിന്നെയും ചോദിക്കാൻ തുടങ്ങും, പിന്നെയും ഭഗവാൻ തരാൻ തുടങ്ങും. ഇങ്ങനെ പല പ്രാവശ്യം ആവശ്യം കഴിയുമ്പോൾ ഈ തരലും കൊടുക്കലും ഒക്കെ ഭഗവാനാണെന്ന് മനസ്സിലാക്കും. ആ ഒരു ഘട്ടത്തിലെ വ്യർത്ഥമായ മോഹങ്ങൾ, ഈ കിട്ടിയിട്ടും കൊടുത്തിട്ടും എന്താ പ്രയോജനം ഉണ്ടായേ? മനുഷ്യജന്മത്തിന്റെ ഏറ്റവും വലിയ എന്താ പറഞ്ഞ ഏറ്റവും ഊഞ്ച സ്ഥാനം എന്ന് പറയുന്ന ഏറ്റവും വലിയ ധർമ്മം എന്താ? മനുഷ്യജന്മത്തിലൂടെ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തുക എന്നുള്ളത്. അല്ലാതെ ഈ മോഹവലയത്തിൽപ്പെട്ടിട്ട് ഈശ്വരനെ കണ്ടുകൊണ്ടിരുന്നാൽ പോലും മോക്ഷം കിട്ടില്ല. മോക്ഷം എന്ന് പറയുന്നത് എന്താ? തന്മയി ഭാവത്തിൽ ഈശ്വരനിലേക്ക് ലയിക്കണം. പിന്നെ തന്മയി ഭാവത്തിലേക്ക് തന്നെ വർദ്ധിക്കും. പിന്നെ ഒരു കാരണവശാലും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. ഇല്ലെങ്കിൽ ഈ പറയുന്ന ഇഷ്ടഭോഗങ്ങളും ഈ മോക്ഷത്തെ പറ്റിയുള്ള ആഗ്രഹം പോലും ശാശ്വതമല്ല. അതുകൊണ്ട് ഒന്നും ഫലേച്ഛയില്ലാതെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഭക്തിയിലേക്ക് വരാൻ പറയുന്നു. ഒരു കാര്യം, നിങ്ങൾക്ക് ഈശ്വരനെ കാണുന്ന യോഗ്യത ഉണ്ടെങ്കിൽ ഭഗവാൻ എപ്പോഴെങ്കിലും ഏത് രൂപത്തിലും വന്ന് ഭരിക്കും. വരുന്നതൊക്കെ ഒരുത്തനെന്ന് നിരച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും. വരുന്നതൊക്കെ ഈശ്വരനായിട്ട് കണ്ടാൽ പോരെ. എത്കരോഷി യസ്നാസി എച്ചുഘോഷി ദൗദാസ്യ. നമ്മൾ ഈ കാണുന്നതൊക്കെ ഈശ്വരനായിട്ട് കണ്ടോളൂ. പിന്നെ പ്രത്യേക ഒരു ദർശനം വേണോ? പ്രത്യേകമായിട്ട് എന്താ പറഞ്ഞ, നമ്മളിപ്പോ ഈ എന്താ പറയുക സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു പ്രകാശ സ്വരൂപം വന്നിട്ട് വിശ്വരൂപമായിട്ട് മാറുന്ന പോലെയൊന്നും അല്ല സംഗതി. അതൊക്കെ നമ്മുടെ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാ. യഥാർത്ഥ ഈശ്വര ദർശനം അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ജ്ഞാനദൃഷ്ടി തുറന്നാൽ നമ്മുടെ ഉള്ളിൽ തന്നെ മനക്കണ്ണുകൊണ്ട് മനസ്സിൽ ഈ വിശ്വരൂപത്തെ കാണുകയാണ്. അത് പുറമേ നിന്ന് നോക്കിയാൽ മാംസചക്ഷുസുകളെ കൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല. ഇന്ന് വരെ ആരും കണ്ടിട്ടുമില്ല. പിന്നെ ആ കണ്ണുകൊണ്ട് ചെയ്യാവുന്ന, ആ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന ഋഷികേശന്റെ സ്ഥാനത്ത് മനസ്സിനെ കണ്ടാൽ പിന്നെ കാണുന്നതെല്ലാം അവനെന്ന് തോന്നും, കേൾക്കുന്നതെല്ലാം അവന്റെ ശബ്ദമായി കാണും. ഇതല്ലേ യഥാർത്ഥ ഈശ്വര ദർശനം. അത് മറഞ്ഞു പോകില്ല. നിങ്ങളുടെ മനസ്സ് സ്റ്റേബിലിറ്റിയോടുകൂടി ആയിരിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നതും കാണുന്നതും കേൾക്കുന്നതും എന്തെല്ലാം ചെയ്യോ ചിന്തിക്കോ പറയോ ചെയ്യുന്നത് സർവം ഈശ്വരമയം. അത് ആ ഒരു ഭാവം വന്നു കിട്ടിയാൽ പിന്നെ അത് മറിഞ്ഞു പോകുന്ന പ്രശ്നമില്ല. അത് മാറ്റണം എന്ന് ഭഗവാനോട് പറയില്ല. അതങ്ങനെ തന്നെ പ്രസന്ന ചിത്തനായിട്ട് നിങ്ങൾക്ക് എപ്പോഴും ഇഹലോകത്തിൽ സുഖമായിട്ട് ആനന്ദമഗ്നായിട്ട് ജീവിക്കാൻ സാധിക്കും. അതാണ് പരമാനന്ദ അനുഭവം. ഇല്ലെങ്കിൽ നമ്മൾ ആഗ്രഹങ്ങൾ അനുസരിച്ചുകൊണ്ട് എന്ത് തന്നെ ചോദിച്ചാലും ഭഗവാൻ തുടക്കത്തിൽ തഥാസ്തു എന്ന് അനുഗ്രഹിക്കും, നൽകും. അത് കഴിഞ്ഞിട്ട് അതിൽ തുടരാൻ പറ്റില്ല എന്ന് ഭഗവാനോട് തന്നെ പറയും. എന്നിട്ട് മറ്റെന്തെങ്കിലും ആവശ്യപ്പെടും. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, നിനക്ക് കാണണമെന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചു തന്നു, ഇനി തിരിച്ചു വരണമെന്ന് പറഞ്ഞത് ആ തിരിച്ച് സാധാരണ രൂപത്തിലേക്ക് വരാം. ഇനിയും വ്യർത്ഥമായ മോഹങ്ങളും ഭയം കൊണ്ടും ഇരിക്കാൻ പാടില്ല. നീ കണ്ടതുപോലെ മറ്റാർക്കും ഒട്ട് കാണാനും പറ്റില്ല. കാരണം ഇതുപോലെ ഇത്രമാത്രം വ്യക്തമായിട്ട് അതിന്റെ ഗതിവിഗതികളെ കൂടെ പറഞ്ഞു തന്നുകൊണ്ട് ഒരു വിശ്വരൂപ ദർശനം വേറെ ആർക്കും കൊടുത്തിട്ടില്ല. ദുര്യോധന ദർശനം കിട്ടിയിട്ടുണ്ട്. യശോദാമ്മയ്ക്ക് കൃഷ്ണന്റെ വായിലൂടെ വിശ്വരൂപ ദർശനം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതുപോലെയാണോ കണ്ടത്? ഇതേപോലെയാണോ കാര്യകാരണ ഗൗരവങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഈശ്വര ദർശനം കിട്ടാൻ യോഗ്യത എന്താണ്, അത് മാംസചക്ഷുക്കളെ കൊണ്ട് സാധ്യമല്ലെന്നും
അത് എവിടെയാണ് ഞാൻ ഇരിക്കുന്നതെന്നും പറഞ്ഞു, നിങ്ങളുടെ തന്നെ മനസ്സിലായിരിക്കുന്നതെന്നും പറഞ്ഞു. സ്ഥാനേ ഹൃഷീകേശ തവ പ്രകീർത്തിയ. ഇന്ദ്രിയങ്ങളുടെ മധ്യത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ആ മധ്യത്തിൽ മനസ്സായിട്ടിരിക്കുന്നത് ഞാനാണ്. അത് സ്വയം വിളിച്ചു പറയുമ്പോഴും പിന്നെ ഈശ്വരൻ മറ്റൊരു രൂപത്തിലാണ് കാണുന്നത്, അല്ലേ? അതുകൊണ്ടാണ് മനസ്സിന്റെ വികലത കൊണ്ടാണ് കാണണമെന്ന് പറഞ്ഞു. കണ്ടു കഴിഞ്ഞപ്പോ ഭയം വന്നു, അസ്വസ്ഥയായി. അപ്പൊ വീണ്ടും ഭഗവാനോട് പറയാണ്, സാധാരണ രൂപത്തിലേക്ക് തിരിച്ചു വന്നാലും. നമുക്ക് ഈ ഭാവം ഉണ്ടാകാൻ പാടില്ല. നമ്മളും ചേഞ്ചസ് വരുത്തിക്കൊള്ളണം. അല്ലെങ്കിൽ തന്നെ വീട്ടിൽ ഭക്തി കൊണ്ടിരിക്കുന്ന ഏത് സമയം നിങ്ങൾ നാമം ജപിച്ചുകൊണ്ട് എപ്പോഴും ഭക്തി കീർത്തനം പാടിക്കൊണ്ടിരുന്നാൽ എന്തായിരിക്കും സ്ഥിതി? ഭക്തനായി മാറി എന്ന് പറഞ്ഞിട്ടേ 24 മണിക്കൂറും നിങ്ങൾ ഇത് തന്നെ ഊണിലും ഉറക്കത്തിലും നടപ്പിലും വെടുപ്പിലും ഒക്കെ ഈശ്വരന്റെ ഭജനവും പാടി എന്ത് കാര്യത്തിനും ഈശ്വര ലയത്തിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തന്നെ ഭക്തിയിലേക്ക് വന്നാൽ ബാക്കി എല്ലാവർക്കും പേടിയാ. കുടുംബത്തിൽ ഒരാൾ മാറിയാൽ പതിവില്ലാത്തൊക്കെ ഓരോന്ന് ചെയ്യണ്ട, മന്ത്രങ്ങളോ എന്തോന്ന് അറിയില്ല, എന്തൊക്കെയോ പുറുപുറുക്കണുണ്ട്, ഇങ്ങനെയൊക്കെ പറയും. ചിലപ്പോൾ നിങ്ങൾ സ്വപ്നം കണ്ടിട്ട് ഉറക്കം വിളിച്ചു പറയും, ചിലപ്പോൾ ഈശ്വര കാര്യങ്ങളായിരിക്കും വിളിച്ചു പറയണത്. അപ്പം അതും മനസ്സിനെ നില തെറ്റി എന്നൊക്കെ പറയും. അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും സാധാരണക്കായിട്ട് ഇരുന്നാൽ മതി. നിങ്ങൾക്ക് എത്ര ഭക്തി ഉണ്ടെങ്കിലും ആരെയും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കരുത്. അതുകൊണ്ട് ഭയപ്പെടുകയും വേണ്ട. ഈശ്വരനെ യഥാർത്ഥത്തിൽ നിങ്ങൾ ഭജിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യർത്ഥമായ മോഹങ്ങളും നിങ്ങളുടെ ഭയവും നിശേഷമില്ലാതെ വരും. സധൈര്യം മുന്നോട്ട് പോകണം. പക്ഷെ നിങ്ങളുടെ ഭാവം ഒരിക്കലും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കരുത്. മറ്റുള്ളവർക്ക് ഷോ കാണിച്ചു കൊടുക്കാനും വേണ്ട. നിങ്ങൾ ഭക്തനാണോ ഇല്ലയോ ഒന്നും മറ്റുള്ളവരെ ബോധിപ്പിക്കാനോ കാണിച്ചു കൊടുക്കാനോ ഒന്നും ശ്രമിച്ചേക്കരുത്. അവിടെയാണ് സാധാരണ രൂപത്തിൽ നിങ്ങൾ സുഖമായിട്ട് കഴിയണോ. നിങ്ങൾ ഇങ്ങനെ ഒരാളാണെന്ന് വരെ ആരെയും മനസ്സിലാക്കാൻ ഇടവരുത്തരുതെന്ന് ഞാൻ പറയാം. അല്ലെങ്കിൽ തന്നെ ആരും യഥാർത്ഥത്തിൽ മനസ്സിലാക്കൊന്നുമില്ല. പിന്നെ നിങ്ങൾ കുറച്ച് ഷോയും കൂടെ കാണിക്കാൻ തുടങ്ങിയാലോ, പിന്നെ അത് മറ്റുള്ളവർ അതും ഇതുമൊക്കെ പറയാൻ തുടങ്ങും. അതിലും ഭേദം എന്താ? നമ്മൾ ഇരിക്കുന്നിടത്ത് സൗമ്യനായിട്ടുള്ളതുപോലെയൊക്കെ എല്ലാം നമ്മളെ പെരുമാറ്റവും നമ്മുടെ നടപ്പും എടുപ്പും കണ്ടാൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഭക്തനാണെന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കരുത്. അത് ഈശ്വരനും അറിയാം, നിങ്ങൾക്കും അറിയാം. അതറിഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ അതേ ലെവലിലുള്ള ഭക്തർ മനസ്സിലാക്കിക്കോട്ടെ, സജ്ജനങ്ങൾ മനസ്സിലാക്കിക്കോട്ടെ. അത് അവർ തന്നെ നിങ്ങൾ പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയൊന്നും വേണ്ട. അവർക്ക് കണ്ടാൽ മനസ്സിലാവും. അവരുടെ അടുത്ത് പെരുമാറുമ്പോൾ അറിയാം ഒരാൾ ഭക്തനാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ. മച്ചിത്ത മദ്ഗതപ്പാണില്ലേ സതതം കീർത്തിയന്തോ മെതന്തൃത എന്നൊക്കെ ഭഗവാൻ പറഞ്ഞല്ലോ ആ ഭാവത്തെ. അതിനപ്പുറത്തേക്കൊന്നും നോക്കേണ്ടതായിട്ടില്ല എന്നർത്ഥം. വീണ്ടും ഭഗവാൻ പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞത്? ഈ വിധം ഘോരമായിരിക്കുന്ന എൻ്റെ വിശ്വരൂപത്തെ കണ്ടിട്ട് നീ ഭയപ്പെടേണ്ട, വ്യാമോഹിക്കുകയും വേണ്ട. നിർഭയനും സന്തുഷ്ടനുമായി എൻ്റെ ഈ പൂർവ്വരൂപത്തെ തന്നെ നീ വീണ്ടും കണ്ടുകൊള്ളുക. അപ്പം അതുകൊണ്ട് ആ സാധാരണ നിലയിലേക്ക് തിരിച്ചു വരണം എന്നാണ് അർജുൻ ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, നിനക്ക് കാണണമെന്ന് പറഞ്ഞു, ഞാൻ കാണിച്ചു തന്നു. ഇനി വിശ്വരൂപം കണ്ടിട്ട് നീ ഭയപ്പെടുകയൊന്നും വേണ്ട. എൻ്റെ സാധാരണ രൂപത്തെ നിനക്ക് കാണണമെന്ന് ആഗ്രഹം പറഞ്ഞു, നീ കണ്ടുകൊള്ളുക. സാധാരണ നിലയിലേക്ക് ഞാൻ തിരിച്ചു വരാം. പക്ഷേ ഭയം ഇനി ഒരിക്കലും ഭയപ്പെടരുത്. ഒരിക്കലും വ്യർത്ഥമായ മോഹങ്ങളും ഉണ്ടാകാൻ പാടില്ല. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് പറയുന്നത് സഞ്ജയനാണ്. സഞ്ജയു വാച വാസുദേവസ്തദോക്ത ഇത്യർജുനം വാസുദേവസ്തദോക്ത സുഖം രൂപം ദർശയമാസഭൂയ ആശ്വാസയാമാസജ ഭീതമേനം ഭൂത്വാ പുനഃ സൗമ്യ വപുർമഹാത്മാ. സഞ്ജയൻ പറഞ്ഞു, വാസുദേവ, വെച്ചോളൂ. അർജുന, വാസുദേവൻ അർജുനോട് പറഞ്ഞു, ഇതി ഉക്ത, ഇപ്രകാരം പറഞ്ഞിട്ട്. ഇവിടെ സഞ്ജയനാണ് നമ്മളെ പിന്നെ എന്താ സംഭവിച്ചതെന്ന് കാണിച്ചു തരണം. വിശ്വരൂപം കാണിച്ചതും അർജുന അവിടെ എന്തൊക്കെയാ സംഭവിച്ചുകൊണ്ട് നമ്മളെ
എന്താ പറയുക, വിവരണം നൽകുകൊണ്ടിരിക്കുന്ന ശരിക്കും സഞ്ജയൻ തന്നെയാണ്. അവിടെ ഗീതോപദേശം നടത്തും. അവിടെ എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത് സഞ്ജയനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വിശ്വരൂപം കാണിച്ചു കൊടുത്തു. പിന്നെ നീ സാധാരണ രൂപം കാണണമെന്ന് ആഗ്രഹം പറഞ്ഞു. ഞാൻ സാധാരണ രൂപത്തിലേക്ക് തിരിച്ചു വരാം എന്ന് ഭഗവാൻ പറഞ്ഞു. ഭയപ്പെടരുത്, വ്യർത്ഥമായ മോഹങ്ങളൊക്കെ കളയണം എന്ന് ഭഗവാൻ പറഞ്ഞത് കഴിഞ്ഞ് പിന്നെ എന്താ സംഭവിച്ചതെന്നുള്ള സഞ്ജയനാണ് നമ്മളോടൊന്ന് പറയുന്നത്. ഇത്യർജുനം വാസുദേവസ്തുക്താ സുഖം രൂപം ദർശയമാസഭൂയ ആശ്വാസയാമാസജ പീതമേനം ഭൂത്വ പുനഃ സൗമ്യ വപുർമഹാത്മ. സഞ്ജയൻ പറഞ്ഞു, വാസുദേവ, അർജുനൻ, അതായത് വാസുദേവൻ അർജുനോട് ഇപ്രകാരം പറഞ്ഞുകൊണ്ട്, ഇതി ഉക്ത, ഇപ്രകാരം പറഞ്ഞിട്ട്, തഥാ സുഖം രൂപം, അപ്രകാരം തൻ്റെ പൂർവരൂപത്തെ ഭൂയ ദർശയാമാസ, വീണ്ടും കാണിച്ചു കൊടുത്തു. മഹാത്മാ സൗമ്യ വപുർ ഭൂത്വ, മഹാത്മാവായിരിക്കുന്ന ഭഗവാൻ സൗമ്യ ശരീരനായിക്കൊണ്ട്, അതായത് ഗുരുവായൂരപ്പൻ്റെ ആ പ്രസന്ന ഭാവത്തിലേക്ക് വന്നിട്ട്, ഭീത ഏനം പുന, ഭീതനായിരിക്കുന്ന അർജുനെ ഇവനെ വീണ്ടും ആശ്വാസയാമാസജ, ആശ്വസിപ്പിക്കുകയും ചെയ്തു. അതായത് തോളത്തെ തട്ടിക്കൊണ്ട് ഭഗവാൻ ആശ്വസിപ്പിച്ചു. വിശ്വരൂപം കാണണമെന്ന് പറഞ്ഞു, അത് കണ്ടു. അത് കണ്ട് ഈശ്വരൻ ആരാണെന്ന് ചോദിച്ചു. യഥാർത്ഥത്തിൽ അങ്ങ് ആരാണെന്നൊക്കെ ചോദിച്ചു. അതിനുള്ള ഉത്തരവൊക്കെ കൊടുത്തു. എന്നിട്ട് തൻ്റെ ഇൻഡ്യൂഷൻ കിട്ടിയിട്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് 11 ശ്ലോകത്തിലൂടെ അർജുനൻ ഭഗവാനെ സ്തുതിച്ചു. അത് കഴിഞ്ഞിട്ടും ആ ഒരു സ്ഥിതിയിൽ തുടരാൻ സാധ്യമല്ല. അതുകൊണ്ട് എൻ്റെ മനസ്സ് ഭയവികുലമാണ്. അതുകൊണ്ട് അങ്ങ് പൂർവ്വരൂപത്തിലേക്ക്, ആ പ്രസന്ന ഭാവത്തിലേക്ക് തന്നെ തിരിച്ചു വരണമെന്ന് അർജുനൻ ആവശ്യപ്പെട്ടു. അതനുസരിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ അർജുനനോട് ഇപ്രകാരം പറഞ്ഞതുപോലെ തന്നെ തൻ്റെ പൂർവ്വരൂപത്തെ പിന്നെയും ചതുർബാഹു രൂപത്തിൽ പ്രസന്നചിത്തനായ ഗുരുവായൂരപ്പൻ്റെ രൂപത്തെ ഭാവത്തെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഭഗവാൻ സൗമ്യ ശരീരം കൈക്കൊണ്ടുകൊണ്ട് ഭീതനായിക്കൊണ്ട് നിൽക്കുന്ന അർജുനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഇതാണ് വിശ്വരൂപദർശനത്തിൻ്റെ അവസാന ഭാഗം. അങ്ങനെ സാധാരണ രീതിയിലേക്ക് വന്നിട്ട് സമാശ്വസിപ്പിച്ചു. നമുക്ക് ഈശ്വരനെ കാണണം എന്നൊക്കെ തോന്നലേ ഉള്ളൂ. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകളെ കൊണ്ടൊന്നും കാണാൻ തന്നെ സാധ്യമല്ല. കണ്ടാൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനും പറ്റില്ല. ഇത് മനുഷ്യൻ്റെ ഒരു ഏറ്റവും വലിയ പ്രശ്നമാണ്. ഇപ്പം അർജുനനെ കാണാൻ സാധിക്കില്ല, സാധാരണ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞു. എന്നിട്ട് ദിവ്യം ദദാമി തേ ചക്ഷു എന്നൊക്കെ പറഞ്ഞ് ദിവ്യദൃഷ്ടിയൊക്കെ കൊടുത്തിട്ടാണ് വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്നത്. അത് കണ്ട് ഈശ്വരൻ ആരാ, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന സാധാരണ ഒരു സുഹൃത്തോ അല്ലെങ്കിൽ സാധാരണ എൻ്റെ ബന്ധുവായിട്ട് നിൽക്കുന്ന ശ്രീകൃഷ്ണനല്ല, സാധാരണ മനുഷ്യ ശരീരം കൊണ്ട് നിൽക്കുന്ന ഒരാളല്ല എൻ്റെ മുമ്പിൽ ഇത്രയും നേരം ഈ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതെന്നൊക്കെ അർജുനന് പോലും ബോധ്യമുണ്ടായത് വിശ്വരൂപം കണ്ടിട്ടാണ്. അതുകൊണ്ടാണ് ആത്മബോധം ഉണ്ടായത്. അത് കണ്ടിട്ട് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്ന് തീരുമാനിച്ചതും അർജുനൻ തന്നെ, കാണണമെന്ന് പറഞ്ഞതും അർജുനൻ തന്നെ, അത് ഇനി എപ്പോഴും ഇത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതും അർജുനൻ തന്നെ. എന്ത് പറഞ്ഞാലും നമുക്കൊക്കെ സാധിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളാം. അപ്പം അതുകൊണ്ട് ആ സാധാരണ രൂപത്തിലേക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞു. ഭഗവാൻ സാധാരണ ഗുരുവായൂരപ്പൻ്റെ രൂപത്തിലേക്ക് വന്നു. എന്നിട്ട് ശ്രീകൃഷ്ണൻ്റെ രൂപത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു. എന്നിട്ട് അർജുനനെ കൈ തട്ടിക്കൊണ്ട് ഭീതനായിരിക്കുന്ന അർജുനനെ സമാശ്വസിപ്പിച്ചു. പിന്നീട് അർജുനൻ ആ ആശ്വാസവാക്കുകളെ കേട്ടിട്ട് അർജുനൻ ചിലത് പറഞ്ഞു. ഒരു ശ്ലോകത്തിലൂടെ പറയുന്നുണ്ട്, അർജുന വാച ദൃഷ്ട്വേദം മാനുഷ്യരൂപം തവ സൗമ്യം ജനാർദ്ദന ഇതാനി അസ്മി സംവൃത്ത സ്വചേതാം പ്രകൃതിം ഗതഃ. അല്ലയോ ഭഗവാനെ, ജനാർദ്ദന, തവ സൗമ്യം, ഭഗവാനെ, ഭഗവാന്റെ സൗമ്യമായിരിക്കുന്ന ഈ മാനുഷ്യരൂപം, അതായത് ശ്രീകൃഷ്ണന്റെ രൂപത്തിലേക്ക് വന്നു. ദൃഷ്ട്വാ, ഞാൻ മനുഷ്യരൂപം കണ്ടിട്ട്, സാധാരണ രൂപത്തെ അങ്ങ് കണ്ടിട്ട്, ഇതാനീം സ്വചേത, ഞാൻ ഇപ്പോൾ പ്രസന്ന ചിത്തനും പ്രകൃതിയും ഗത സമൃദ്ധ അസ്മി, സ്വാഭാവിക സ്ഥിതിയെ പ്രാപിച്ചവരും ആയിരിക്കുന്നു. അതായത് ശ്രീകൃഷ്ണന്റെ അതേ സാധാരണ രൂപത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അർജുനൻ തന്നെ പറയുന്നു, ഇപ്പോൾ ഞാൻ പൂർവ്വസ്ഥിതിയെ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ, അപ്പോൾ ആ ഏത് നിമിഷമാണോ ഇത് കാണാൻ വേണ്ടിയിട്ട് ദിവ്യദൃഷ്ടിയെ കൊടുത്തത്, ഈ സമാസ പൂർവ്വരൂപത്തിലേക്ക് ഭഗവാൻ വന്നിട്ട് അർജുനന്റെ സാധാരണ ദൃഷ്ടിയിലേക്ക് മടക്കി എന്നർത്ഥം.
ആ ദിവ്യ ദൃഷ്ടി തിരിച്ചെടുത്തു. അന്നേരം കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് പറഞ്ഞു ദിവ്യ ദൃഷ്ടി കൊടുത്തത്. ആ ദിവ്യ ദൃഷ്ടി കിട്ടി, ഭഗവാന്റെ ദർശനം കിട്ടി, സാധാരണ നിലയിലേക്ക് തിരിച്ചു വരണം എന്ന് അർജുനൻ തന്നെ ആവശ്യപ്പെട്ടു. എന്നിട്ട് ഭഗവാൻ സാധാരണ നിലയിലേക്ക് തിരിച്ചു വന്നു, ശ്രീകൃഷ്ണ രൂപത്തിലേക്ക് വന്നു. അപ്പോൾ അർജുനൻ തന്നെ പറഞ്ഞു, ഞാനേ ആ സാധാരണ രീതിയിലേക്ക് തന്നെ വന്നിരിക്കുന്നു കേട്ടോ, എൻ്റെ ദിവ്യദൃഷ്ടിയൊക്കെ മറഞ്ഞുപോയി എന്ന് മനസ്സിലാക്കിക്കൊള്ളും. അപ്പം നമുക്ക് ഈശ്വര ദർശനം ഒരു നിമിഷത്തേക്കായിരിക്കും ചിലപ്പോൾ കിട്ടുക, എപ്പോഴും ആ സ്ഥിതി തുടരില്ല. അത് എപ്പോൾ ഈശ്വരൻ നിശ്ചയിക്കുന്നു അത്രയും സമയം, ഒരു സെക്കൻഡ് 30 സെക്കൻഡാണ് സ്ത്രീകൾക്കും 15 സെക്കൻഡാണ് പുരുഷന്മാർക്കും ഒരു ക്ഷേത്രത്തിൽ പോലും നടക്കാൻ നിന്ന് തൊഴാനുള്ള സമയം. നിങ്ങളുടെ മനസ്സ് അത്രമാത്രം ഏകാഗ്രമാണെങ്കിൽ ഇത്രയും സമയം മതി. ആ ഒരു സെക്കൻഡ് സ്വല്പ അഭ്യസ്യ ധർമ്മസ്യ ത്രായതോ മഹതോ ഭയാത് എന്നാ പറഞ്ഞിരിക്കണേ. അപ്പോ ഏത് സമയമൊന്നും ഭക്തന്മാരും മനസ്സിലാക്കണം, ഏത് സമയം നടക്കുന്നതെന്ന് തൊഴാൻ പാടില്ല. പിന്നിലാണല്ലോ ഗുരുവായൂരൊക്കെ പോകുമ്പോഴാണ് ഭഗവാൻ ഇതൊക്കെ കാണിച്ചു തരുന്നത്. അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പിന്നിൽ ആളുണ്ടെന്നുള്ള വിചാരമൊന്നും നമുക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, ഭക്തന്റെ ശ്രേഷ്ഠത കൊണ്ടാണ് നമ്മളെ ഇപ്പൊ ജയിലിനകത്താക്കിയേക്കണേ, ഇല്ലേ, അഴികൾക്കാക്കിയ ഉള്ളില്. പണ്ട് ആരും നിൽക്കേണ്ട ഇഷ്ടം പോലെ നിന്ന് തൊഴായിരുന്നു, ഇല്ലേ. ഗുരുവായൂരാണ് ഗീതാശാസ്ത്രമൊക്കെ പ്രത്യക്ഷമായി കാണിച്ചു തരുന്നത്. ഇന്നും ആരുടെ കുഴപ്പം കൊണ്ടാ ഇത്രയൊക്കെ വേലിക്കെട്ടുകൾ ഉണ്ടായത്? പിന്നെ 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 ആള് നിൽക്കാൻ തുടങ്ങി, മാറുമാറെന്ന് പറയാൻ തുടങ്ങി, പിന്നെ കയറ് പിടിക്കാൻ തുടങ്ങി, പിന്നെ ചങ്ങല പിടിക്കാൻ തുടങ്ങി, ഇപ്പം ഇരുമ്പഴിക്കുള്ളിലാക്കി. ആരുടെ കേമത്വം കൊണ്ടാ? ഭഗവാന്റെ കുഴപ്പം കൊണ്ടാ? ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ അവിടെ നിൽക്കരുത്, പിന്നിൽ ആളുണ്ട്, കണ്ടിട്ട് പൊക്കോളണം. ഒരു നിമിഷം കിട്ടുക ഭഗവാനെ കാണാൻ. ആ നിമിഷം പ്രാർത്ഥനാ ബലത്തിൽ കണ്ണുകൾ അടച്ചാൽ നിങ്ങൾക്ക് മറന്നു പോകും. കണ്ണടച്ച് തുറക്കണതിന് മുമ്പ് കാവൽക്കാർ നിങ്ങളെ തള്ളി മാറ്റിയിട്ടുണ്ടാവും. ഒരു നിമിഷമാണ് ഗുരുവായൂരപ്പനെ കാണാൻ കിട്ടുക. ഈ 15 സെക്കൻഡ് ഒന്നും അവിടെ നിൽക്കാൻ പറ്റില്ല. പുരുഷന്മാരായാലും 30 സെക്കൻഡ് അവിടെ നിൽക്കാൻ പറ്റുമോ? നിൽക്കാൻ സമ്മതിക്കില്ല. ഭഗവാന്റെ കാവൽക്കാരവിടെ നിൽക്കുന്നുണ്ട്. തൊഴുതു മാറൂ എന്നാ പറയണേ. അതൊരു മന്ത്രാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ തൊഴുതു മാറുക എന്ന ഗുരുവായൂരപ്പൻ കാവൽക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്ന എന്താ? എന്നെ ഒരു നിമിഷം കണ്ട് തൊഴുതിട്ട് നിങ്ങളെ സ്വഭാവം മാറ്റൂ, എന്നിട്ട് വരാനാ പറയണത്. നമ്മൾ എത്ര പ്രാവശ്യം ഗുരുവായൂരപ്പനെ കണ്ട് തൊഴാൻ നമ്മുടെ സ്വഭാവം മാറുമോ? മാറ്റുന്ന പ്രശ്നമില്ല. ഏത് അമ്പലത്തിൽ പോയാലും സ്വഭാവം മാറുമോ? അടുത്തുള്ള അമ്പലത്തിൽ ഇപ്പൊ അടുത്ത മാസം തുടങ്ങിക്കഴിഞ്ഞാൽ തട്ടിന്റെ മോളിൽ വെച്ചേക്കുന്ന രാമായണം എല്ലാവരും കൈപ്പിടിച്ചോണ്ട് നടക്കും, അല്ലേ. 4 അമ്പലം തൊഴാൻ പോകും. അടുത്തുള്ള അമ്പലത്തിൽ തൊഴാതെ 4 അമ്പലം തൊഴാൻ പോയാൽ ഭഗവാൻ അനുഗ്രഹിക്കുന്ന വിചാരിക്കണേ. നമ്മുടെയൊക്കെ കാഴ്ചപ്പാട് മാറണം. കാഴ്ചപ്പാട് മാറണമെങ്കിൽ സ്വഭാവം മാറണം. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറഞ്ഞാൽ എത്രയൊക്കെ ഈ തത്വങ്ങളൊന്നും ഇതൊന്നും കേൾക്കാനൊട്ട് സമയമില്ല, അല്ലേ. യഥാർത്ഥത്തിൽ ഭക്തി എന്താന്നൊക്കെയാണ് ഗീതാശാസ്ത്രവും ഭാഗവതമൊക്കെ പറയുന്നത്. ഇത് വിസ്തരിച്ചിരുന്ന 1 വർഷം ഞാനിവിടെ ഇരുന്ന് പറയാം. 6 മാസം കഴിഞ്ഞു, അല്ലേ. എത്ര പേരാ കേൾക്കണത്? അത് കലിയുഗല്ലേ. മനുഷ്യാണാം സകശേഷു കച്ചില്യതമപി സിദ്ധാനാം കശിമ വ്യക്തിഗത. ഈ പാപരാഹിത്യം വന്നവരെ പോണ വഴിക്കാണെങ്കിൽ ഇവിടെ നിന്ന് കയറി നോക്കാൻ. ചിലർ അവിടെ വന്ന് എത്തി നോക്കും, കയറാൻ പറ്റുമോ, കയറാൻ പറ്റില്ല, ഇങ്ങനെ സംശയിച്ച് നിൽക്കും. നമ്പൂരിമാരുടെ ആണ്, ഇവിടെ കയറാൻ പാടില്ല എന്ന് ചിലർ ധരിക്കും. ചിലരിങ്ങനെ കയറി വരും. കയറി വന്നാലും ചിലർ ഗേറ്റിൻ്റെ ഉള്ളിലേക്കൊന്ന് എത്തി നോക്കിയിട്ട് പോകും. ചിലർ കുറച്ചുകൂടെ മുമ്പോട്ട് വരും, ഇവിടെ വന്നിട്ടൊന്ന് എത്തി നോക്കും, എന്നിട്ട് തിരിച്ചു പോകും. ചിലരകത്തേക്ക് കയറി വരും. ഇങ്ങനെയാണ് ഗുരുവായൂർ ഇത് തന്നെ കാണുന്നത്. ഗുരുവായൂർ ആധ്യാത്മിക ഹാളിൽ ഞാൻ എത്രയോ പ്രാവശ്യം കണ്ടേക്കണം. ചിലർ കോണിപ്പൊടി കയറാൻ മടിയായിട്ട് മുകളിലാ ആധ്യാത്മിക ഹാള്. അപ്പൊ അവിടെ സെക്യൂരിറ്റിക്കാരൻ 2 പേര് ഇരിക്കുന്നുണ്ട്. അവരെ കണ്ടാൽ തന്നെ ഇത് കയറാൻ പാടില്ലാത്ത സ്ഥലമാണ്. അപ്പൊ അവിടെ കയറില്ല. കോടിക്കണക്കിന് ആള് വന്നു പോകുന്ന ആ തെക്കേ നടയിൽ ആധ്യാത്മിക ഹാളിന് മുകളിലേക്ക് അവിടെ അങ്ങനെ ഒരു സംഗതി ഉണ്ടെന്ന് ബ്രാഹ്മണർക്ക് പോലും ചിലർക്ക് അറിയില്ല. ആധ്യാത്മിക ഹാൾ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ അവിടെ? അപ്പൊ ഏതൊക്കെ തരത്തിലാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു നിമിഷത്തേക്ക് നിങ്ങൾക്ക് ഈശ്വര ദർശനം കിട്ടുന്നത് ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ടല്ലാതെ കിട്ടില്ല. കിട്ടിയാലും
ആ ഒരു സെക്കൻഡ് സമയത്തേക്ക് കിട്ടിയാൽ അതാണ് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് മനസ്സിലാക്കുള്ളൂ. സ്വപ്നത്തിൽ കാണുന്ന പോലെയാണെങ്കിൽ ഈശ്വരനെ കാണാൻ സാധിച്ചാൽ, സ്വപ്നത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഈശ്വര ദർശനം കിട്ടിയാൽ അത് മഹാഭാഗ്യമാണെന്ന് വിചാരിച്ചോളൂ. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങള് ഏത് സ്വപ്നം കണ്ടാലും വേണ്ടില്ല, നിങ്ങളുടെ പൂർവ്വജന്മത്തിൽ നിങ്ങൾക്ക് ഇല്ലാത്ത ബന്ധത്തിൽപ്പെട്ട ഒരു സ്വപ്നവും നിങ്ങൾ കാണില്ല. നിങ്ങൾ സത്സ്വപ്നം കണ്ടാലും ദുസ്വപ്നം കണ്ടാലും ഏതെങ്കിലും ജന്മത്തിൽ ആ സ്വപ്നത്തിലുള്ള സംഭവമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടാവും. ഇല്ലാതെ സ്വപ്നം പോലും കാണില്ല. അപ്പൊ എങ്ങാനും നിങ്ങൾക്ക് ഭഗവാനെ സ്വപ്നം കാണാൻ സാധിച്ചാൽ അതും മഹാഭാഗ്യമാണെന്ന് കരുതുന്നു. നിങ്ങളുടെ ശരീരം ഉറങ്ങാണ്. ആ സ്ഥാനേ ഹൃഷികേശ എന്ന് പറഞ്ഞല്ലോ. മനസ്സ് സ്വപ്നത്തിൽ എന്താ പ്രത്യേകത? ജാഗ്രത്തിൽ ശരീരവും മനസ്സും ഉണർന്നിരിക്കും, ഇന്ദ്രിയങ്ങളും ഉണർന്നിരിക്കും. നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ശരീരം ഉറങ്ങിയിരിക്കും, മനസ്സ് ഉണർന്നിരിക്കും. ആ മനസ്സിലൂടെയല്ലേ സ്വപ്നം കാണുന്നത്. വിശ്വരൂപ ദർശനം കാണിച്ചു കൊടുക്കുമ്പോൾ അർജുനൻ തന്നെ പറയുന്നുണ്ട്, സ്ഥാനേ ഹൃഷികേശ. ആ സ്ഥാനം മനസ്സിന്റെ സ്ഥാനമാണ്. ഹൃഷികേശൻ എന്ന് പറഞ്ഞാലോ ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രിതൻ, അല്ലെ ഇന്ദ്രിയങ്ങളെ ഭരിക്കുന്നവൻ, ഇന്ദ്രിയങ്ങളുടെ ഈശ്വരനെയാണ് ഋഷികേശൻ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളുടെയും മധ്യത്തിൽ സ്ഥാനത്ത് നിൽക്കുന്നത് എന്താണോ അതാണ് ഋഷികേശൻ. ഇന്ദ്രിയങ്ങളിൽ മനസ്സ് ഞാനാകുന്നു എന്ന് ഭഗവാൻ വിഭൂതിയോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്ഥാനേ ഹൃഷികേശൻ എന്ന് പറഞ്ഞാൽ ഋഷികേശനാകുന്ന ഭഗവാൻ മനസ്സാകുന്ന സ്ഥാനത്ത് നമ്മുടെ ഉള്ളിൽ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ശരീരം ഉറങ്ങുമ്പോഴും നിങ്ങൾ മനസ്സിൽ സ്വപ്നം കാണുന്നത് അത് ഈശ്വരന്റെ സ്വപ്നമാണ് കാണുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ഈശ്വര ദർശനമായി കണക്കാക്കിക്കൊള്ളാം. അതിൽ നിന്ന് ഉണർന്നു വന്നാൽ നിങ്ങൾ സാധാരണ സ്ഥിതിയിലേക്ക് വരും. അപ്പോൾ ഒരു നിമിഷത്തേക്ക് ദിവ്യദൃഷ്ടി കിട്ടിയിട്ടാണ് നിങ്ങൾ സ്വപ്നത്തിൽ ഈശ്വരനെ കാണുന്നത് എന്ന് കണക്കാക്കിക്കൊള്ളണം. സ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പം നിങ്ങൾ സാധാരണ സ്ഥിതിയിലേക്ക് തിരിച്ചു വരും. അതാണ് അർജുനൻ പറഞ്ഞത്, ഞാൻ പ്രസന്ന ചിത്തന് സ്വാഭാവിക സ്ഥിതിയെ പ്രാപിച്ചു വരുമായി. പിന്നെ ഭഗവാൻ അതിന് ആ ഒരു ദർശനം കിട്ടിയതിൻ്റെ യോഗ്യതയെ വിശദീകരിക്കുന്നുണ്ട്. അത് എങ്ങനെയാ വിശദീകരിക്കുന്നത്? സുദർശമിതം രൂപം ദൃഷ്ട്വാനാം അസി യൻ മമ ദേവാം അഭ്യസ്യ രൂപസ്യ നിത്യം ദർശനകാംക്ഷിണ നാഹം വേദൈർന തപസാ നാദാനേന ചേച്ചിയാ ശക്യേവം വിദോ ദൃഷ്ടും ദൃഷ്ട്വാനാം അസി മാം യഥാ മമ യത് രൂപം ദൃഷ്ട്വാൻ അസി. എൻ്റെ ഏതൊരു രൂപത്തെ നീ ഇപ്പോൾ കണ്ടുവോ, ഇതം സുദർശം, അത് ഇപ്രകാരം കാണാൻ വളരെ ദേവാം അഭിനിത്യം, ദേവന്മാർ കൂടി എന്നും അസ്യ രൂപസ്യ ദർശനകാംക്ഷനാകാം. നീ കണ്ടതുപോലെയുള്ള രൂപം കാണാൻ വേണ്ടിയിട്ട് ദേവന്മാര് വരെ നിത്യമായിട്ട് ദിവസവും ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹം ഇല്ലാത്തവരാരാ ഉള്ളത്? എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഈശ്വര ദർശനം കിട്ടണമെന്ന്, അല്ലെ? ദേവന്മാര് വരെ ആഗ്രഹിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. ഈ രൂപത്തിന്റെ ദർശനം കൊതിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. മാം യഥാ ദൃഷ്ട്വാൻ അസി, എന്നെ നീ എപ്രകാരം കണ്ടുവോ, അതായത് അർജുനൻ ഭഗവാനെ ഒരു നിമിഷത്തേക്ക് എപ്രകാരം കണ്ടുവോ, ഏവം വിധ അഹം, അപ്രകാരമുള്ള ഞാൻ അഥവാ എൻ്റെ രൂപം, വേദൈർ ന തപസ ന ദാനേന ഇജ്ജയാച്ഛ, ദാനം കൊണ്ടോ യജ്ഞം കൊണ്ടോ തപസ്സുകൊണ്ടോ വേദങ്ങളെ കൊണ്ടോ ദൃഷ്ടും ന ശക്യം, കാണപ്പെടാൻ കഴിയുന്നതല്ല. നീ എപ്രകാരം എൻ്റെ രൂപത്തെ വിശ്വരൂപത്തെ കണ്ടുവോ ആ രൂപം കാണാൻ വേണ്ടിയിട്ട് ദേവന്മാര് വരെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, ദിവസവും ആഗ്രഹിക്കുന്നു. വല്ലപ്പോഴും അല്ല ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ദിവസവും ദർശന കാംക്ഷിനാഹ എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പോ അതിനു വേണ്ടിയിട്ട് നീ കണ്ടതുപോലെ ആർക്കും കാണാൻ സാധ്യമല്ല എന്ന് ഇതിനു മുമ്പും പറഞ്ഞു. ഇനി ഇപ്പൊ ഈ കണ്ടതുപോലെ കാണാൻ വേണ്ടിയിട്ട് ദേവന്മാര് വരെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു.
ഇനി അത് കാണാൻ വേണ്ടിയിട്ട്, ഈ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലതും ചെയ്യും. ഭഗവാൻ ഓഫർ കൊടുത്തിട്ട് എനിക്കൊരു ദർശനം തന്നാൽ ഞാൻ ഇന്ന വഴിപാട് കഴിച്ചേക്കാന്നൊക്കെ പറഞ്ഞ് ഭഗവാനോട് ഓഫർ കൊടുത്തിട്ട് നടക്കുന്നുണ്ടല്ലേ, അല്ലേ? എൻ്റെ കാര്യം സാധിച്ചാൽ ഞാൻ ഇന്ന വഴിപാട് കഴിച്ചേക്കാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഓഫർ കൊടുത്തിട്ടും ദർശനം കാക്ഷിക്കുവാനായിട്ട്, അതൊക്കെ ഭഗവാൻ അറിയാം. എന്നാൽ അതിനു വേണ്ടിയിട്ട്, ആ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് ദാനങ്ങളെ കൊണ്ടോ വേദമന്ത്രങ്ങളെ കൊണ്ടോ യജ്ഞങ്ങളെ കൊണ്ടോ എന്ത് ചെയ്താലും സാധ്യമല്ല അർജുന. കാരണം എന്താ? നിങ്ങൾ എത്ര ആധ്യാത്മിക ഭക്തി തലകുത്തി മറിഞ്ഞാലും, എന്തൊക്കെ വേഷം കെട്ടിയാലും, എന്തൊക്കെ ഓഫർ കൊടുത്താലും, അവസാനം ഭഗവാന്റെ ഒരു കൃപ കിട്ടാതെ ഈശ്വര ദർശനം സാധ്യമല്ല. തേഷാമേവ അനുകമ്പാർത്ഥം മഹം അജ്ഞാനചം തമ നാശേന്നാത്മഭാവസ്സോ ജ്ഞാനദീപേന ഭാസത. ഏറ്റവും നമുക്ക് മാംസചക്ഷുക്കളെ കൊണ്ട് ഈ ഭൗതിക സ്ഥിതിയിൽ ഈശ്വരനെ കാണാൻ സാധ്യമല്ല. അതിന് ദിവ്യ ദൃഷ്ടി വേണം. അത് ഈശ്വരന്റെ കൃപ എപ്പോൾ ലഭിക്കുന്നോ അപ്പോഴേ കാണിക്കൂ. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ സ്വപ്നത്തിലാണെങ്കിലും ഈശ്വരനെ ദർശനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സ്വപ്നത്തിൽ പ്രവർത്തിക്കുന്നത് മനസ്സാണ്. ആ മനസ്സിലൂടെയാണ് മനക്കണ്ണ് തുറന്നു തരുന്നതാണ് ജ്ഞാനദൃഷ്ടി. അപ്പൊ സ്വപ്നത്തിൽ നിങ്ങൾക്ക് ഈശ്വരനെ കാണാൻ സാധിച്ചാൽ അതും ഈശ്വര ദർശനം. ഉണർന്നു വരുമ്പോ ഒക്കെ പോകും, പോട്ടെ. എൻ്റെ ഈ യാതൊരു രൂപത്തെ നീ കണ്ടുവോ, ആ രൂപത്തെ അഥവാ വിശ്വരൂപത്തെ ഇങ്ങനെ ഇപ്രകാരം തന്നെ കാണാൻ വളരെ പ്രയാസമുള്ളതാണ്. ദേവന്മാർ കൂടി ഈ രൂപത്തെ കാണുന്നതിന് എന്നും കൊതിച്ചുകൊണ്ടേയിരിക്കുന്നു. നീ എന്നെ എപ്രകാരം കണ്ടുവോ അപ്രകാരം എൻ്റെ രൂപത്തെ കാണുന്നതിന് വേണ്ടിയിട്ട് വേദാധ്യയനം കൊണ്ടോ തപസ് കൊണ്ടോ ദാനം കൊണ്ടോ യജ്ഞം കൊണ്ടോ കാണാൻ കഴിയുന്നതല്ല. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അർജുനന്റെ വിശ്വരൂപം ദർശനം സാധ്യമായത് എന്നിവിടെ അടിവരയിട്ട് പറയുന്നു. ഈശ്വര ദർശനം ഈശ്വര കൃപ കൊണ്ട് മാത്രമേ സാധ്യമാകൂ എന്ന് ഇതിൽ നിന്നും സിദ്ധമാകുന്നു. ഭക്ത്യാത്വനന്യയ സഖ്യം അഹമേവം വിദോ അർജുന. ഈശ്വരന്റെ ദർശനം കിട്ടുന്നതിലും ശ്രേഷ്ഠ ഞാൻ പറയുന്നത്, ഈ ദർശനം കിട്ടിയാലും നമുക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റില്ല. സ്വപ്നത്തിൽ കണ്ടാൽ പോലും സ്വപ്നമായിട്ട് കരുതും എഴുന്നേറ്റ് വരുന്നത്. അത് ഏറ്റവും നല്ലത് എന്താണെന്നറിയാം? ഭഗവാൻ പറയുന്ന കേൾക്കാൻ സാധിക്കാം. അശരീരി ശബ്ദം കേൾക്കാൻ സാധിക്കും. ശരീരമില്ലാത്തതിൻ്റെ ശബ്ദം, നീ ഇന്നത് ചെയ്യൂ, നീ ഇന്നത് ചെയ്യണം എന്നൊക്കെ പറയുന്ന ഒരു ശരീരമില്ലാത്തതിൻ്റെ ശബ്ദം നമ്മുടെ കർണസ്ഫുടങ്ങളിൽ കേൾക്കാൻ തുടങ്ങുന്ന ഒരവസ്ഥയുണ്ട്. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് തോന്നുന്നത്. ശ്രവണമാണ് ഭക്തിയുടെ ആദ്യത്തെ പടിയെന്ന് ഞാൻ പറയാറുണ്ട്. ഈ കാണുന്നതൊക്കെ മറിഞ്ഞു പോകും നിമിഷ നേരം. ഞാൻ പറഞ്ഞില്ലേ, സ്വപ്നത്തിൽ കണ്ടാലും മറിഞ്ഞു പോകും. കണ്ടുകൊണ്ട് എപ്പോഴും ഇരിക്കാനും പറ്റില്ല. ഇനി എങ്ങാനും നിങ്ങൾക്ക് നേരിട്ട് ഭഗവാൻ പ്രത്യക്ഷമായിട്ട് വന്നാലോ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഈ ആഗ്രഹമുള്ളൂ. അർജുൻ തന്നെ പറഞ്ഞില്ലേ, എനിക്കിപ്പോഴും കണ്ടുകൊണ്ട് കാര്യം ദിവ്യദൃശ്യമൊക്കെ കൊടുത്തിട്ടാണ് കണ്ടത്. അവസാനം മാനുഷിക തലത്തിലേക്ക് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, എനിക്കിത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ, ഇത് മറച്ചോളൂ. ഈ കേൾക്കുന്നത് അത്രയും പ്രശ്നമില്ല. ഞാൻ പല കാര്യങ്ങളും ഈശ്വരിൽ നിന്ന് കേട്ടോണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കേൾക്കുന്ന ശ്രേഷ്ഠം എന്നാ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി, അല്ലേ? കൃത്യമായിട്ട് പറഞ്ഞു തരും എന്താ ചെയ്യണ്ടേ. മരുഭൂമിയുടെ ഒറ്റയ്ക്കാ സഞ്ചരിക്കുന്നതെന്ന് വിചാരിച്ചോളം ഞാൻ പറയുന്നത് നിന്റെ കൂടെ ഞാനുണ്ടാവും. ബന്ധുക്കളെ വരെ വിശ്വസിക്കരുത്. എൻ്റെ ഭക്തർക്ക് വേണ്ടിയിട്ട് കരയുന്ന കുട്ടിക്ക് പാല് കൊടുക്കുന്ന പോലെ ഈ ഗീതാശാസ്ത്രം പറഞ്ഞുകൊണ്ട് നടന്നോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അത് അക്ഷരം പ്രതി അനുസരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ആ ഭഗവാന്റെ ശബ്ദം കേൾക്കുക. നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ഒക്കെ ഈശ്വരൻ. അപ്പൊ ഇന്ദ്രിയങ്ങളെയൊക്കെ കൃത്യമായിട്ട് പ്രവർത്തിപ്പിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. നമ്മുടെ ജീവനായിട്ടിരിക്കുന്ന ആ ഗുരുവായൂരപ്പനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്ന ഗുരു, എൻ്റെ ഉള്ളിൽ ഗുരുവായൂരപ്പൻ എഴുന്ന് പറയിപ്പിക്കുന്നത്. നമ്മൾ കേവലം നിമിത്തമാണ്, ശരീരത്തിന്റെ പോലും കേവലം സൂക്ഷിപ്പുകാരാണെന്ന് എത്രയോ വട്ടം പറഞ്ഞേക്കണു. പക്ഷെ എന്നാലും ഞാനും എൻ്റെ എന്ന് പറഞ്ഞിട്ട് കുറ്റിയടിച്ച് വെച്ചേക്കാം. ഒരു സൈഡില് ഞാനും പിന്നെ മറ്റേ സൈഡില് എൻ്റെയും. അത് ഈ രണ്ട് പദങ്ങളാണ്, ഈ രണ്ട് ഭാവമാണ് നമ്മളെ ഈശ്വരനിൽ നിന്ന് രണ്ടങ്കുലം അകറ്റി നിർത്തുന്നത്. അതുകൊണ്ട് ആ ഭഗവാനോട് അടുത്ത് ഭഗവാനായി തന്നെ, കൃഷ്ണനെ തന്നെ നനച്ചിരുന്ന ആ കൃഷ്ണനായി തന്നെ ഭവിക്ക വേണ്ടുവെന്ന ഭാവത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ വേദങ്ങളും യജ്ഞങ്ങളും താപങ്ങളും ഒന്നും ആവശ്യമില്ല.
നിങ്ങൾക്ക് എപ്പോഴും ആഗ്രഹിക്കുന്നു അപ്പോഴൊക്കെ ഭഗവാൻ ദർശനം നൽകും. എപ്പോൾ നിങ്ങൾ എന്താഗ്രഹിക്കുന്നോ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞാൽ പറഞ്ഞു തരും. നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവിച്ച് പറഞ്ഞിട്ടും കേൾക്കില്ല, കാണിച്ചു തന്നിട്ടും മനസ്സിലാക്കി അനുഭവത്തിലൂടെയും ഭഗവാൻ പഠിപ്പിക്കുന്നു. മനസ്സിലായില്ലേ? അത് ചിലപ്പോൾ ഗുരുവായൂരപ്പൻ നേരിട്ടൊന്നും ആയിരിക്കില്ല, ആരെങ്കിലും ഒക്കെ പറഞ്ഞു വിടും, വിളിച്ച് പറയിപ്പിക്കും. അപ്പോൾ ഏതൊക്കെ തരത്തിലാ ഇന്നത്തെ മീഡിയയും ഭഗവാൻ ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ ഗുരുവായൂരപ്പൻ തന്നെ നിങ്ങൾ ഓൺലൈനിലല്ലേ വന്നേക്കണേ. അപ്പൊ ഞാൻ പറയും ഗുരുവായൂരപ്പൻ ഓൺലൈനിലാണ്. ഇവിടെയൊക്കെ കിടക്കണമെങ്കിൽ അസേരയൊക്കെ കാലി ആയിക്കോട്ടെ, വിരോധമൊന്നുമില്ല. അപ്പൊ ഏതൊക്കെ തരത്തിലാ വരും? ഞാൻ പറഞ്ഞില്ലേ, ഞാനിവിടെ ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഗുരുവായൂരിൽ ഒരു സന്യാസിയെ കൊണ്ട് എന്നെ വിളിപ്പിച്ചില്ലേ. അങ്ങ് എന്താ അവിടെ ചെയ്യുന്നതെന്നുള്ളത് മുഴുവൻ ഞാനിവിടെ ഇരുന്ന് കാണുന്നുണ്ട്. ഇന്നത് ചെയ്യൂ, അങ്ങ് പറയുന്ന കാര്യങ്ങൾ, അങ്ങ് ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങ് തന്നെ കാണൂ, അങ്ങ് പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് തന്നെ കേൾക്കൂ എന്ന് വിളിച്ചു പറഞ്ഞതാരാ? ഗുരുവായൂരപ്പനാ. അപ്പൊ ഇങ്ങനെയൊക്കെ അനന്യ ഭക്തി കൊണ്ട് ഇത് സാധിക്കൂ. അതുകൊണ്ട് ഭക്ത്യാത്വൻ അന്യ, ഈ പറയുന്ന കലിയുഗത്തെ പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഏകാന്ത ഭക്തി കൊണ്ട്, അതായത് യജ്ഞങ്ങളെ കൊണ്ടോ ദാനങ്ങളെ കൊണ്ടോ യാഗങ്ങളെ കൊണ്ടോ പൂജകളെ കൊണ്ടോ ഒന്നും ഈശ്വര സാക്ഷാത്കാരം സാധ്യമല്ല. പ്രത്യേകിച്ച് കലിയുഗത്തില് ഇന്ന് അതൊക്കെ വേണ്ട വിധത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾ പോലും ആരും ബ്രാഹ്മണർ വരെ പാലിക്കുന്നില്ല, ഒക്കെ കാട്ടിക്കൂട്ടലായിട്ട് മാറിയിരിക്കുന്നു. അതുകൊണ്ട് അതിലൊക്കെ ഏറ്റവും ശ്രേഷ്ഠമെന്നാ നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട് ഭക്താത്വൻ അന്യസഖ്യം മഹമേവം വിദോ അർജുന ജ്ഞാതും ദൃഷ്ടം ച തത്വേന പ്രവേഷ്ടം ച പരന്തപ. പരന്തപ, പരാക്രമിയായിരിക്കുന്ന അർജുന, തു ഏവം വിധ അഹം, എന്നാൽ ഇപ്രകാരമുള്ള എൻ്റെ ഈ സ്വരൂപത്തെ തത്വേന ജാതും പരമാർത്ഥമായിട്ട് അറിയുന്നതിനും, തത്വേന ജാതം എന്ന് പറഞ്ഞാൽ പരമാർത്ഥമായിട്ട് സത്യത്തെ സത്യമായി അറിയുന്നതാണ് പരമാർത്ഥത്തെ അറിയാന്ന് പറയുന്നത്. അറിയുന്നതിനും, ദൃഷ്ടം പ്രവേഷ്ടം ച, കാണുന്നതിനും പ്രാപിക്കുന്നതിനും. ഇനി കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതും സാധിപ്പിക്കും, കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കേൾക്കാനും സാധിപ്പിക്കും, എന്നെ പ്രാപിക്കണമെങ്കിൽ പ്രാപിക്കാനും സാധിക്കും. അനന്യ ഭക്തിയാ സഖ്യം. അതിനെന്താ വേണ്ടത്? അന്യചിന്തയില്ലാത്ത ഏകാന്ത ഭക്തി കൊണ്ട് സാധ്യമാണ്. ഡെഡിക്കേറ്റഡ് ഡിവോഷൻ എന്ന് പറയും, അതാണ് ഏകാന്ത ഭക്തി. അതിന് പ്രത്യേകിച്ച് ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ അന്വേഷിച്ച് പോകണ്ട. അതൊക്കെ ഭക്തിയുടെ ശ്രേഷ്ഠത എവിടെ ഇരുന്ന് എന്ത് ചെയ്യണം എന്നൊക്കെ അടുത്ത അധ്യായത്തിൽ പറയുന്നുണ്ട്. അതിലേക്കാണ് കടത്തിവിടുന്നത്. വിശ്വരൂപ ദർശനത്തിന്റെ അവസാനം ഭക്തി 12-ാം അധ്യായം ഭക്തി യോഗമാണ്. ആ ഭക്തി യോഗത്തിലെ അതിൻ്റെ ശ്രേഷ്ഠതയാണ് ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അനന്യ ഭക്തി കൊണ്ട് ഭഗവാനെ അറിയാനും ദർശിക്കാനും മാത്രമല്ല, ഭഗവാന് താതാത്മ്യം പ്രാപിക്കാനും സാധ്യമാണെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. അടുത്ത അധ്യായത്തിൽ വിവരിക്കാൻ പോകുന്ന ഭക്തിയോഗത്തിലേക്കുള്ള ഒരു ഉപക്രമം കൂടിയാണ് ഈ ശ്ലോകം. അതുകൊണ്ട് അർജുന, എന്നാൽ സ്വതേ കാണാൻ വളരെ പ്രയാസമാണെങ്കിലും ഭഗവാനെ കേൾക്കാനോ ഭഗവാനെ ദർശിക്കാനോ സാധാരണ പ്രത്യക്ഷ ഭക്തി കൊണ്ടും പ്രകടന ഭക്തി കൊണ്ടും സാധ്യമല്ല. പിന്നെ ആ പ്രത്യക്ഷമായിട്ടുള്ള നമ്മുടെ ഇന്ദ്രിയ ഭോഗസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഈശ്വരനെ ആശ്രയിക്കുന്നവർക്ക് ഈശ്വര ദർശനവും ഈശ്വരനെ കേൾക്കാനും സാധ്യമല്ല. പിന്നെയോ, ആരാണോ ശ്രേയസ് ആഗ്രഹിക്കുന്നത്, ശ്രേഷ്ഠമായത് എന്താണെന്ന് നേടാൻ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈശ്വരപ്രാപ്തിയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വിശ്വരൂപത്തെ പരമാർത്ഥമായിട്ട് അറിയുന്നതിനും, എന്താണ് വിശ്വരൂപം എന്ന സത്യമായിട്ട് അറിയുന്നതിനും, എന്തൊന്ന് അറിഞ്ഞാൽ പിന്നെ അറിയാൻ ഈ ലോകത്ത് മറ്റൊന്നും അവശേഷിക്കുന്നില്ലയോ, അതാണ് ഏറ്റവും വലിയ പരമാർത്ഥ തത്വം. അത് അറിയുന്നതിനും എന്നെ പ്രാപിക്കുന്നവനും, ഇത് അറിഞ്ഞവൻ ഉറപ്പായിട്ടും ഭഗവാനെ പ്രാപിക്കും. പിന്നെ മറ്റുള്ളതിൻ്റെ പിന്നാലെ പറക്കം പാഞ്ഞ് നടക്കുന്ന പ്രശ്നമില്ല. പരമാർത്ഥ തത്വത്തെ മനസ്സിലാക്കുന്നത് വരെ ഈ ഓട്ടോ ചാട്ടം ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ സ്വസ്ഥമായിട്ടിരുന്ന ഭഗവാനെ ഭജിക്കുന്നവനായിട്ട് മാറും. അത് ഏകാന്ത ഭക്തി കൊണ്ട് സാധ്യമാണെന്നും പറഞ്ഞു. അതുകൊണ്ട് അനന്യഭക്തി 9-ാം അധ്യായത്തിലും പറഞ്ഞു, അനന്യ ചിന്തയന്തോ മാമേചന പരിപാസതേ. നിങ്ങൾക്ക് ഇന്ദ്രിയ ഭോഗസുഖങ്ങളും ഈശ്വരൻ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നു, ഒന്നും അനുഭവിക്കണ്ടെന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് അതുപോലും അതിൻ്റെ ഗുണങ്ങളെ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കണമെങ്കിൽ, അനായാസേന സ്വയം ബുദ്ധിമുട്ടാതെ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണമെങ്കിൽ ഈ അനന്യ ഭക്തി ഒന്നും ഉണ്ടായാൽ മതി. നിങ്ങൾക്ക് ജീവിതം അനായാസേന മുന്നോട്ട് പോകാൻ സാധിക്കും. ഒരിക്കലും ദുഃഖിക്കാൻ വേണ്ടിയിട്ടല്ല നമുക്ക് ഈശ്വരൻ മനുഷ്യജന്മം നൽകിയിരിക്കുന്നത്.
പിന്നെ എന്തുകൊണ്ടാണ് ദുഃഖമുണ്ടാകുന്നത് ചോദിച്ചാൽ നമ്മൾ ഗുണവും ദോഷവും അറിയാതെ ഓരോന്ന് ചെയ്യുന്നത് കൊണ്ട് അതിൽ നിന്നുണ്ടാകുന്ന ദോഷങ്ങളാണ് ഗുണത്തെ, പരമാർത്ഥ തത്വത്തെ അറിയാതെ പ്രവർത്തിക്കുമ്പോഴാണ് ഗുണം അറിയാതെ പോകുന്നത്. ദൈവിക സമ്പത്തും ആസുരീ സമ്പത്തും രണ്ടും നമുക്ക് രണ്ട് കൈകളിലായിട്ട് നൽകിയിട്ടുണ്ട്. ഈ ആസുരീ സമ്പത്തിനെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈശ്വരനെ പോലും ആരാധിക്കുന്നത്. ചിലര് ആ ഈശ്വരനെ മറന്നിട്ടാണ് ജീവിക്കുന്നത്. നിരീശ്വരവാദികളോ യുക്തിവാദികളോ എന്നൊക്കെ പറയാം. ഞാൻ പറയുന്നത് നേരെ തിരിച്ചായാൽ മതി. ഈശ്വരനെ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾ ഭൗതികതയിൽ ആസുരീ സമ്പത്തിനെ രക്ഷിക്കാൻ ശ്രമിച്ചോളൂ, അത് രക്ഷപ്പെടും. നിങ്ങളുടെ ശരീരം പോലും ആസുരീ സമ്പത്താണ്. ഇന്ന് എന്തുണ്ടായിട്ട് നശിച്ചു പോകുന്നോ അതൊക്കെ ആസുരീ സമ്പത്താണ്. അപ്പൊ ഈ നശിക്കുന്നതിന് വേണ്ടിയിട്ട് വെറുതെ എന്തിനാ ജീവിതം വ്യർത്ഥമാക്കുന്നത്? നമ്മുടെ ശരീരം പോലും ശാശ്വതമല്ല. എന്നാൽ ഇതേ ശരീരത്ത് നശിക്കാതിരിക്കുന്ന ഒരു ശക്തി നമ്മളിൽ പകർന്നു നൽകിയിട്ടുണ്ട്. അതിനെ ആശ്രയിച്ചാൽ മതി ശരീരത്തെയും ശരീരത്തിന് ആവശ്യമുള്ള ഇന്ദ്രിയ ഭോഗസുഖങ്ങളെയും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും ദുഃഖരഹിതമായിട്ട്. യുക്താഹാര വിഹാരസ്യ യുക്ത ചേഷസ്സു കർമ്മത്വ യുക്ത സ്വപ്നാപബോധസ്യ യോഗോ ഭവതി ദുഃഖക എന്ന് പറഞ്ഞു അല്ലേ? ഭഗവാൻ 2-ാം അധ്യായത്തിൽ ആവർത്തിച്ച് പറഞ്ഞിട്ട് നാശോചിത് മർക്കസി, നിങ്ങൾക്ക് ദുഃഖിക്കേണ്ട അവകാശമൊന്നുമില്ല. ആവശ്യമില്ലാത്ത സമയത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് ആവശ്യമില്ലാത്തവരെ കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യജന്മം കിട്ടിയേക്കണേ. അതെന്തുകൊണ്ട് സാധിക്കും? നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ഗുണവും ദോഷവും ഉണ്ട്. ആ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞുകൊണ്ട് ഗുണത്തെ ആശ്രയിച്ചാൽ ദൈവിക സമ്പത്താണ്. ആ ഗുണത്തെ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് ദോഷം ബാധിക്കില്ല, കർമ്മശുദ്ധി വരും. അതുകൊണ്ട് കർമ്മകൃത്ത് മൽ പരമ മത് ഭക്ത മത് സംഘവർജിത നിർവൈര്യ സർവഭൂതേഷു യാസാമേതി പാണ്ഡവ. ഹേ പാണ്ഡവ, ഹേ അർജുന, മൽ കർമ്മകൃത്ത്, എനിക്കായിക്കൊണ്ടുള്ള, എനിക്ക് ഉള്ള അർപ്പണമായിട്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നവനും. അല്ലയോ അർജുന, മൽ പരമ, എന്നെ പരമമാശ്രയമായി കരുതുന്നവനും. മൽ ഭക്ത, എന്നിൽ ഭക്തിയുള്ളവനും. സംഘവർജിത, ആസക്തി എല്ലാം ഉപേക്ഷിച്ചവനും. സർവഭൂതേഷു നിർവൈര്യ, സകല ജീവജാലങ്ങളിലും അഥവാ ജീവികളിലും ദോഷബുദ്ധി ഇല്ലാതെ ഇരിക്കുന്നവനും. യാ സ മാമേതി, യാതൊരുവനുണ്ടോ അവൻ എന്നെ പ്രാപിക്കുക തന്നെ ചെയ്യും. അതായത് ഈശ്വരീയ ഗുണങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ട് ഈശ്വരനെ അനന്യമായിട്ട് ഭജിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്നവന് ഈശ്വരനിലേക്ക് തന്നെ എത്താം എന്നാണ് ഭഗവാൻ പറഞ്ഞത്. എനിക്കുള്ള അർപ്പണമായിട്ട് എന്ത് ചിന്തിച്ചാലും പറഞ്ഞാലും എന്ത് പ്രവർത്തിച്ചാലും നടക്കലും എടുപ്പലും പോഴും എന്തൊക്കെ അനുഭവിച്ചാലും അതൊക്കെ ഈശ്വര അർപ്പണമായിട്ട് കരുതുക. ഈശ്വരനുള്ള സമർപ്പണമായിക്കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക. എല്ലാ കർമ്മങ്ങളും എനിക്കായിക്കൊണ്ട് നിമിത്തമായിക്കൊണ്ട് ചെയ്യുന്നവൻ എന്നെ പ്രാപിക്കലാണ് പരമപുരുഷാർത്ഥം എന്ന് കരുതുന്നവനും. ഈശ്വരനപ്പുറത്തേക്ക് ഈശ്വരനെ പ്രാപിക്കലല്ലാതെ മറ്റൊന്നും എനിക്ക് ആഗ്രഹമില്ല എന്ന് ഉറപ്പിക്കുന്നവനും അവൻ ദൃഢഭക്തിയോടെ, മനസ്സുറച്ച ഭക്തിയോടുകൂടി, അചഞ്ചലമായ ഭക്തിയോടുകൂടി ആസക്തികളെല്ലാം, ഭൗതിക ഭോഗസുഖങ്ങളെല്ലാം ഉപേക്ഷിച്ചവനും യാതൊരു ജീവിയിലും ദ്വേഷബുദ്ധിയില്ലാതെ, അതായത് മറ്റുള്ളവരുടെ ദോഷം കണ്ടെത്തുക, അവരെ കുറ്റം പറയുക, ആ ഒരു ദോഷബുദ്ധി ഇല്ലാത്തവനുമായിട്ട് ആരുണ്ടോ അവൻ എന്നെ തന്നെ പ്രാപിക്കും എന്നതിൽ സംശയമൊന്നും വേണ്ട അർജുന എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അവസാനിപ്പിക്കുന്നത്. കർമ്മം, ജ്ഞാനം, ഭക്തി, ഇതാണ് ഗീതയുടെ വിഷയം തന്നെ. ആ സാധനാ മാർഗങ്ങളുടെ കർമ്മത്തിലൂടെ കർമ്മശുദ്ധി, ആ കർമ്മത്തിൽ ശുദ്ധി വന്നാൽ ജ്ഞാനം ലഭിക്കും. യഥാർത്ഥ ജ്ഞാനം ലഭിച്ചാലാണ് യഥാർത്ഥ അചഞ്ചലമായ ഭക്തി ഉണ്ടാക്കുക. ആ അറിവ്, ഞാനെന്ന് പറഞ്ഞാൽ അറിവ്, എന്തിനെ പറ്റിയുള്ള അറിവ്? ഏതൊന്ന് അറിഞ്ഞാൽ പിന്നെ മറ്റൊന്നും ഈ ലോകത്തിൽ അറിയാൻ അവശേഷിക്കുന്നില്ലാത്തതെന്തോ അതാണ് പരമാത്മജ്ഞാനം. അത് ഈശ്വരജ്ഞാനമാണ്. ആ ഈശ്വരജ്ഞാനം ലഭിച്ചാൽ അപ്പോഴാണ് യഥാർത്ഥ ഭക്തി നിങ്ങൾക്കുണ്ടാകുകയുള്ളൂ. അതാണ് ഗീത പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ലക്ഷ്യം തീരുമാനിക്കുക, കർമ്മങ്ങളിൽ അനുഷ്ഠാനം ഉണ്ടാക്കും. അനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നിത്യനൈമിത്യ കർമ്മങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ. നൈമിത്യ കർമ്മം എന്ന് പറഞ്ഞാൽ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ, നൈമിത്തികം എന്ന് പറഞ്ഞാൽ ഒക്കേഷണലി ചെയ്യേണ്ട കാര്യങ്ങൾ. ഇത് കൃത്യമായിട്ട് അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുക. അതിൽ നിന്ന് പല അനുഭവങ്ങൾ, നിങ്ങളുടെ പൂർവ്വജന്മാർജിതമായ നന്മയും തിന്മയും ഒക്കെ തിളച്ചു മറിഞ്ഞു വരും.
അതൊക്കെ അനുഭവിച്ചു കൊള്ളുക. നല്ലതായാലും ചീത്തയായാലും അതൊക്കെ സഹിച്ച് അതിനെയൊക്കെ എപ്പോൾ ഓവർകം ചെയ്യുന്നോ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് യഥാർത്ഥ മേധാബുദ്ധി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ലഭിക്കും. ഗുണദോഷങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ നിങ്ങളെ തന്നെ ഭഗവാൻ പഠിപ്പിക്കും. നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തികളിലും ഒക്കെ ഗുണവും ദോഷമുണ്ട്. ഈ ഗുണദോഷങ്ങളെ തിരിച്ചറിയുന്ന ബുദ്ധിയാണ് ഈശ്വരപ്രാപ്തിക്ക് ഉതകുന്ന ബുദ്ധി. അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടായിരിക്കും ലഭിക്കുക. അത് ലഭിച്ച് അതിലൂടെ പ്രവർത്തിക്കുമ്പോൾ അതിൽ നിന്ന് യഥാർത്ഥ ജ്ഞാനം ലഭിക്കും. തേഷാമേവ അനുകമ്പാർത്ഥം അഹം അജ്ഞാനജന്തമ. ആ ജ്ഞാനം ലഭിച്ചാലാണ് നിങ്ങൾക്ക് യഥാർത്ഥ ദൃഢഭക്തി, അചഞ്ചലമായ ഭക്തി, ഡെഡിക്കേറ്റഡ് ഭക്തി എന്ന് പറയുന്നത് ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശ്വരൂപ ദർശനം അവസാനിപ്പിക്കുന്നത്. ഗീതയുടെ ശാസ്ത്രസാരം ഈ ശ്ലോകത്തിൻ്റെ ഉള്ളിൽ തന്നെ, ഈ മുഴുവൻ ഗീതയുടെ ശാസ്ത്രസാരം ഈ ഒരു ശ്ലോകത്തിൽ വിശ്വരൂപ ദർശനത്തിൽ ഭഗവാൻ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് സമർത്ഥിക്കുകയാണ്. അതായത് കർമ്മവും ജ്ഞാനവും ഭക്തിയും, കർമ്മത്തിലൂടെ ജ്ഞാനം നേടുക, ആ ജ്ഞാനത്തിലൂടെ ഭക്തിയിലെത്തും. അറിവില്ലാത്ത ഭക്തി പ്രകടന ഭക്തിയായിരിക്കും, പ്രത്യക്ഷ ഭക്തിയായിരിക്കും. അതിൽ നിന്ന് ലഭിക്കുന്നതൊക്കെ പ്രേയസായിരിക്കും, കുറച്ചു കാലത്തേക്ക് നിലനിൽക്കും, പിന്നീട് ഇല്ലാതെയാണ്. അതുകൊണ്ട് യഥാർത്ഥ നശിക്കാത്ത ശ്രേയസ് നിങ്ങൾക്കുണ്ടാണെങ്കിൽ കർമ്മത്തിലൂടെ കർമ്മശുദ്ധി വരുത്തി യഥാർത്ഥ ജ്ഞാനം നേടി ആ ജ്ഞാനത്തിലൂടെ യഥാർത്ഥത്തിൽ അചഞ്ചലമായ ഭക്തി, ഈശ്വരൻ ആരെന്ന് അറിഞ്ഞുകൊണ്ട്, എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് യഥാർത്ഥ ഭക്തിയിലേക്ക് വരണം. ഇനി അടുത്ത അധ്യായത്തിൽ ആ ഭക്തന്റെ ശ്രേഷ്ഠതയും ഏത് തരത്തിലുള്ള ഭക്തനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ആ ഭക്തന്റെ ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. അതിൽ നിന്ന് യഥാർത്ഥത്തിൽ ഭക്തിയിലേക്ക് വരേണ്ട മാർഗം, 3-4 മാർഗങ്ങൾ ഭഗവാൻ പറയുന്നുണ്ട്. ഈ അനന്യ ഭക്തിയിലേക്ക് വന്നാൽ എൻ്റെ പ്രിയപ്പെട്ട ഭക്തരാകൂ എന്ന് പറയുന്നതാണ് അടുത്ത അധ്യായത്തിൽ 20 ശ്ലോകത്തിലൂടെ 12-ാം അധ്യായം. അത് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. ഇത് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ വിശ്വരൂപ ദർശനയോഗോ നാമ ഏകാദശോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാ കരോമി യദ്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. ഓം പീതാംബരം കരവിരാശംഖചക്രം കമോദകീം സരചങ്കരണാസമുദ്രം രാധാസഖായ മതിസുന്ദരമന്ദകാസം വാതാലേ ശവനിശം ഹൃദി ഭാവയാമി. നാരായണ 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 നാരായണ. ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ.